Hi friends, let's move with Neonatology part 2. അപ്പോൾ neonate എന്ന് പറഞ്ഞാൽ എന്താണ്? That is a baby from 0 to 28 days of life. 0 to 28 days of life പ്രായമുള്ള കുഞ്ഞിനെയാണ് നമ്മൾ neonate എന്ന് വിളിക്കുക. അപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന റെസ്പിറേറ്ററി ഡിസ്ട്രസ്സിനെ പറ്റി ചോദ്യങ്ങൾ വരാറുണ്ട്. റെസ്പിറേറ്ററി ഡിസ്ട്രസ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് പല അസുഖങ്ങൾ കാരണം ഉണ്ടാവും, പ്രത്യേകിച്ച് പ്രീ ടേംസിന് ആ അസുഖങ്ങളെ പറ്റി പഠിക്കാം. നൗ ഈ റെസ്പിറേറ്ററി ഡിസ്ട്രസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു സ്കോർ ഉണ്ട്. ആൻഡ് ഇതാണ് ആ സ്കോർ. ഇതിന്റെ പേര് എന്താണെന്ന് ആരെങ്കിലും പറയോ? ഇതിന്റെ പേരാണ് സിൽവർമാൻ ആൻഡേഴ്സൺ സ്കോർ. ഓക്കെ, സിൽവർമാൻ ആൻഡേഴ്സൺ സ്കോർ. ഈ സ്കോർ നമ്മൾ യൂസ് ചെയ്യുന്നത് കുട്ടിക്ക് എത്രമാത്രം റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ട് എന്ന് അറിയാനാണ്. യൂഷ്വലി പ്രീ ടേം ബേബീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കോർ ഉപയോഗിക്കുക. ഫൈൻ. അപ്പോൾ ഇത് ആക്ച്വലി സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ സ്കോറിനകത്ത് സിൽവർമാൻ ആൻഡേഴ്സൺ സ്കോറിനകത്ത് 4 കാര്യങ്ങളാണ് നമ്മൾ നോക്കുക കുട്ടിയിൽ. ഓക്കെ, ഒന്നാമത്തത് അപ്പർ ചെസ്റ്റ് മൂവ്മെന്റ്. കുഞ്ഞിന്റെ അപ്പർ ചെസ്റ്റ് ശ്വാസം എടുക്കുമ്പോൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതാണ് ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ അതിനകത്ത് 3 കാര്യങ്ങൾ നോക്കാനുണ്ട്, പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് കോമ്പണൻസ് കംപ്ലീറ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം ലോവർ ചെസ്റ്റ് മൂവ്മെന്റ്. ഓക്കെ, ലോവർ പാർട്ട് ഓഫ് ദ ചെസ്റ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് കുട്ടി ബ്രീത്ത് ചെയ്യുമ്പോൾ, അതാണ് സെക്കൻഡ് കോമ്പണന്റ്. മൂന്നാമത് സിഫോയിഡ് റിട്രാക്ഷൻ. സിഫോയിഡ് എവിടെയാണ്? സിഫോയിഡ് ബോൺ അറിയാലോ, നമ്മുടെ നെഞ്ചിന്റെ നടുക്കായിട്ടാണ് സിഫോയിഡ് ബോൺ. ഇവിടെയാണ് നമ്മുടെ സിഫോയിഡ് ബോൺ ഉള്ളത്. നോക്കിക്കേ, ഒരു കുഞ്ഞുവാവി ഇങ്ങനെ കിടക്കുവാണെങ്കിൽ നെഞ്ചിന്റെ നടുക്കാണ് ആ സിഫോയിഡ് ഉള്ളത്. ഓക്കെ, അപ്പൊ അവിടെ എന്തെങ്കിലും കുഞ്ഞ് ബ്രീത്ത് ചെയ്യുമ്പോഴത്തേക്കും റിട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ടോ, എന്നുവെച്ചാൽ അകത്തോട്ട് ആ ഭാഗം പോകുന്നുണ്ടോ? ഇതാണ് കേട്ടോ. ഈ കുഞ്ഞിപ്പോ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഹിപ്പിന്റെ നടുക്കുള്ള ഒരു ഏരിയ, അവിടെയാണ് സിഫോയിഡ് ബോൺ ഉള്ളത്, ചെസ്റ്റിന്റെ നടുക്കായിട്ട്. അപ്പൊ സിഫോയിഡ് റിട്രാക്ഷൻ ഉണ്ടോ നോക്കണം. എന്ന് വെച്ചാല് കുട്ടി ബ്രീത്ത് ചെയ്യുമ്പോൾ ആ ഭാഗം കുഴിയുന്നുണ്ടോ, ഓക്കെ, അതുണ്ടോ എന്ന് നോക്കണം. പിന്നെ നാലാമത്തത് നേസൽ ഫ്ലെയറിംഗ് അല്ലെങ്കിൽ നേസ് ഡയലിറ്റേഷൻ. എന്ന് വെച്ചാൽ ഈ മൂക്കിന്റെ ഈ ഭാഗമില്ലേ, ഈ സൈഡ് ഭാഗം കുഞ്ഞ് ശ്വാസം എടുക്കുമ്പോൾ ഇങ്ങനെ ഡൈലേറ്റ് ആവുന്നുണ്ടോ, എന്ന് വെച്ചാൽ വിടരുന്നുണ്ടോ. നോക്കിയേ, ഈ പിക്ചർ കണ്ടോ, കുഞ്ഞിന്റെ മൂക്ക് ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ വിടരും. ഓക്കെ, അതിനാണ് ഇംഗ്ലീഷിൽ നേസൽ ഫ്ലെയറിംഗ് എന്ന് പറയുക. അതുണ്ടോ എന്ന് നോക്കണം. പിന്നുള്ള കോമ്പണന്റ് ആണ് എക്സ്പിറേറ്ററി ഗ്രണ്ട്. എന്ന് വെച്ചാൽ എക്സ്പയർ ചെയ്യുമ്പോൾ കുഞ്ഞ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴത്തേക്കും ഗ്രണ്ട് ഉണ്ടോ. ഗ്രണ്ട് എന്താണ്? ദാറ്റ് ഈസ് എ നോയ്സി ബ്രീത്തിങ്. ഓക്കെ, നോയ്സി ബ്രീത്തിങ് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഇത്രയാണ് ഈ സ്കോറിനകത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ. ഇനി അപ്പർ ചെസ്റ്റ് മൂവ്മെന്റിൽ നിങ്ങൾ എങ്ങനെയാണ് സ്കോർ കൊടുക്കുക? അപ്പൊ സ്കോർ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ 4 കാര്യത്തിലും സ്കോർ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 0 എന്ന് കൊടുക്കാം, 1 എന്ന് കൊടുക്കാം, 2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് അപ്പർ ചെസ്റ്റ് മൂവ്മെന്റിനെ പറ്റി പറഞ്ഞുതരാം. ഭയങ്കര സിമ്പിൾ ആണ് ഇത്. അപ്പർ ചെസ്റ്റ് മൂവ്മെന്റില് ഇപ്പം സിങ്ക്രണൈസ്ഡ് ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തരികയാണെങ്കിൽ, എന്ന് വെച്ചാൽ കുഞ്ഞ് ബ്രീത്ത് ചെയ്യുമ്പോൾ അപ്പർ ചെസ്റ്റ് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, അതാണ് സിങ്ക്രണൈസ് മാനേജ്. റെഗുലർ ബ്രീത്തിങ് ആണ് എങ്കിൽ ഗ്രേഡ് നിങ്ങൾ അവിടെ 0 എന്ന് കൊടുക്കും. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറയാണ് കുഞ്ഞ് ശ്വാസം എടുക്കുമ്പോഴത്തേക്കും there is lag on inspiration. എന്ന് വെച്ചാല് കുട്ടി ശ്വാസം എടുക്കുമ്പോഴത്തേക്കും ഓക്കെ ആദ്യമേ അബ്ഡമൻ, ഒബ്വിയസ്ലി നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ അബ്ഡമനും ചെസ്റ്റും പൊങ്ങത്തില്ലേ. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ കുട്ടി ശ്വാസം എടുക്കുമ്പോൾ ആദ്യമേ അബ്ഡമൻ ചെറുതായിട്ട് എയർ പോകുന്നോണ്ടൊന്ന് പോകും, അത് കഴിഞ്ഞിട്ടാണ് ചെസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പോകുന്നത്. അപ്പൊ ഇങ്ങനെയായിരിക്കും ചെസ്റ്റ് മൂവ്മെന്റ്. ഓക്കെ, ഒരു ഇങ്ങനെ വേവ് പോലെ. സാധാരണ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞ് ശ്വാസം എടുക്കുമ്പോൾ ചെസ്റ്റും അബ്ഡമനും രണ്ടും പോകണം അല്ലേ, ശ്വാസം അകത്തോട്ട് വിടല്ലേ. പക്ഷേ ചില കുട്ടികൾക്ക് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉള്ള സമയത്ത് there is lag on inspiration. എന്ന് വെച്ചാൽ അവർ ഇൻസ്പയർ ചെയ്യുമ്പോൾ ആദ്യമേ ചിലപ്പോൾ വയറൊന്ന് വലുതാവും അല്ലെങ്കിൽ ചെസ്റ്റ് വലുതാവും, അത് കഴിഞ്ഞിട്ടായിരിക്കും വയറ് വലുതാവുന്നത്, വയറിന്റെ ആ ഭാഗം. സോ അതാണ് പറഞ്ഞത് ലാഗ് ഓൺ. കണ്ടോ, ഇങ്ങനെ ഒരു സിഗ്സാഗ് മാനർ എന്ന് പറയാൻ പറ്റില്ല, ഒരു വേവ് പോലെ ആയിരിക്കും ചെസ്റ്റ് മൂവ്മെന്റ്. അപ്പൊ അതിനാണ് ലാഗ് ഓൺ ഇൻസ്പിറേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗ്രേഡ് 1 ഒരു സ്കോർ കൊടുക്കുക. പിന്നെ ഇപ്പൊ ആ ക്വസ്റ്റ്യനിൽ അവർ തരികയാണ്, അവർ പിക്ചേഴ്സ് തരില്ല, ക്വസ്റ്റ്യനിൽ പറയും കേട്ടോ ഇങ്ങനെ ഇൻസ്പിറേഷന്റെ സമയത്ത് റെസ്പിറേഷന്റെ സമയത്ത് എങ്ങനെയാണ് ചെസ്റ്റ് മൂവ്മെന്റ് എന്ന് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, ആൻഡ് ഇപ്പൊ ക്വസ്റ്റ്യനിൽ തരികയാണ് റെസ്പിറേഷന്റെ സമയത്ത് അപ്പർ ചെസ്റ്റിൽ ഒരു സീസോ മൂവ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം താഴോട്ട് പോകും, മറ്റേ ഭാഗം മേലോട്ട് പോകും. ഓക്കെ, അങ്ങനെ ഒരു ഇറഗുലർ ബ്രീത്തിങ് എന്നാണ് ഉദ്ദേശിക്കുക. സീസോ മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ then you give a score of 2. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഫൈൻ.
ഇനി രണ്ടാമത്തത് ലോവർ ചെസ്റ്റ് റിട്രാക്ഷൻ. എന്നുവെച്ചാൽ കുഞ്ഞിന്റെ ചെസ്റ്റിൽ അപ്പർ ചെസ്റ്റ് ഉണ്ട്, താഴത്തെ ഭാഗം ലോവർ ചെസ്റ്റ്. ഈ ലോവർ ചെസ്റ്റിൽ നിങ്ങൾ നോക്കുക, കുഞ്ഞ് ശ്വാസം വിടുമ്പോഴത്തേക്കും ആ ലോവർ ചെസ്റ്റ് അകത്തോട്ട് പോകുന്നുണ്ടോ, റിട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ദർ ഇസ് നൺ എങ്കിൽ ഗ്രേഡ് 0. ഓക്കെ. ആൻഡ് ആ ലോവർ ചെസ്റ്റ് റിട്രാക്ഷൻ, ഈ ലോവർ ചെസ്റ്റ് റിട്രാക്ഷൻ ലോവർ ഏരിയയിൽ മസിൽസ് അകത്തോട്ട് റിട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ റെസ്പയർ ചെയ്യുമ്പോൾ then you give a grade of 1. Okay. And lower chest retraction, ഈ റിട്രാക്ഷൻസ് ജസ്റ്റ് വിസിബിൾ ആണെങ്കിൽ ഗ്രേഡ് ഓഫ് 1. ഓക്കെ. ഈ ലോവർ ചെസ്റ്റ് റിട്രാക്ഷൻസ് നല്ല ഈസിലി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. ആ ലോവർ ചെസ്റ്റ് ഏരിയയിൽ കുഞ്ഞ് ശ്വാസം എടുക്കുമ്പോൾ അവിടുത്തെ മസിൽസ് അകത്തോട്ട് പോകുന്നത്. അപ്പം ഇഫ് ദ ലോവർ ചെസ്റ്റ് റിട്രാക്ഷൻസ് ആർ ഈസിലി സീൻ then you give a grade of 2. ഓക്കെ. മോസ്റ്റ്ലി ഇത് അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് NEPGക്ക് ചോദിക്കാറില്ല, INICTയിൽ ചോദിക്കാറുണ്ട്. ആൻഡ് മോറോവർ അവർ പിക്ചേഴ്സ് ആയിരിക്കില്ലേ തരും, അവർ ക്വസ്റ്റ്യനിൽ തരും. ഇപ്പം ഇൻസ്പിറേഷൻ അപ്പർ ചെസ്റ്റിൽ സീസോ മൂവ്മെന്റ് ഉണ്ട്, ലോവർ ചെസ്റ്റ് റിട്രാക്ഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും സ്കോർ. ഓക്കെ. നൗ മൂവിങ് ഓൺ സിഫോയിഡ് റിട്രാക്ഷൻസ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ തരാണ് സിഫോയിഡ് റിട്രാക്ഷൻ. സിഫോയിഡ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ. ഓക്കെ. ആ ഏരിയയിൽ അകത്തോട്ട് ഇപ്പോൾ കുഞ്ഞ് ശ്വാസം എടുക്കുമ്പോൾ ആ അകത്തോട്ടൊന്ന് റിട്രാക്ട് ആയി പോവുകയാണെങ്കിൽ അതുകൊണ്ടോ ഇല്ലയോ നോക്കുക. അപ്പം അങ്ങനെ റിട്രാക്ഷൻ ഇല്ല എങ്കിൽ സ്കോർ ഓഫ് 0. ഓക്കെ. റിട്രാക്ഷൻ ഉണ്ട് എങ്കിൽ, ഓക്കെ, സിഫോയിഡ് റിട്രാക്ഷൻ ഉണ്ട് എങ്കിൽ ആ സിഫോയിഡ് ഏരിയയിൽ അകത്തോട്ട് ശ്വാസം എടുക്കുമ്പോൾ ആ ഏരിയ അകത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ ഗ്രേഡ് ഓഫ് 1. whereas ഈസിലി ഇഫ് ദ റിട്രാക്ഷൻസ് സിഫോയിഡ് റിട്രാക്ഷൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഈസിലി സീ യു ഗിവ് എ ഗ്രേഡ് ഓഫ് 2. ഓക്കെ. നെക്സ്റ്റ് ഇസ് നേസൽ ഡയലറ്റേഷൻ. ഈ നേസൽ ഈ ഭാഗം ഇല്ലേ, ഇത് ഡയലേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ഡയലറ്റേഷൻ ഒന്നും ഇല്ലെങ്കിൽ യു ഗിവ് എ ഗ്രേഡ് ഓഫ് 0. ഓക്കെ. ജസ്റ്റ് വിസിബിൾ കുറച്ച് മാത്രം ഡയലറ്റേഷൻ ആണെങ്കിൽ യു ഗിവ് എ ഗ്രേഡ് ഓഫ് 1. ഓക്കെ. ആൻഡ് ഈസിലി ഇഫ് ദ ഡയലറ്റേഷൻസ് ആർ സീൻ, നമ്മൾ കുഞ്ഞിനെ നോക്കുമ്പോൾ തന്നെ കുഞ്ഞ് ശ്വാസം എടുക്കുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ പരന്നിരിക്കുകയാണെന്ന് വെച്ചാൽ ഡയലേറ്റ്, ഈ ഭാഗം ഇങ്ങനെ മേലോട്ട് ഫ്ലെയറിങ് ആവും. ഓക്കെ. ഫ്ലെയറിന്റെ അർത്ഥം മനസ്സിലായോ? ഈ ഭാഗം ഇങ്ങനെ ഇങ്ങനെ പോകും ശ്വാസം എടുക്കുമ്പോഴത്തേക്ക്. ഓക്കെ. അതാണ് നേസൽ ഡയലറ്റേഷൻ എന്ന് പറയുക. ഈസിലി സീൻ ആണെങ്കിൽ അത് ഗ്രേഡ് 2. ഓക്കെ. ഇനി അടുത്തത് എക്സ്പിറേറ്ററി ഗ്രണ്ട്. കുഞ്ഞ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒരു നോയ്സി ബ്രീത്തിങ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? അങ്ങനെ കേൾക്കുന്നില്ലെങ്കിൽ ഗ്രേഡ് 0. ഇഫ് ഇറ്റ് ഇസ് നിങ്ങളൊരു സ്റ്റെതസ്കോപ്പ് വെച്ച് കുഞ്ഞിനെ എക്സാമിൻ ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഇസ് ഹേർഡ്, ആ ഒരു എക്സ്പിറേറ്ററി ഗ്രണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു നോയ്സി ബ്രീത്തിങ് കേൾക്കുന്നുണ്ടെങ്കിൽ then you give a score of 1. ഓക്കെ. ഇനിയും സ്റ്റെത്ത് ഇല്ലാതെ തന്നെ നിങ്ങൾ കുഞ്ഞ് ശ്വാസം വിടുമ്പോൾ ആ ഒരു ഇങ്ങനെ ആ ശ്വാസം മുട്ടൽ, ആ ഒരു എക്സ്പിറേറ്ററി ഗ്രണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ യു ഗിവ് എ സ്കോർ ഓഫ് 2. അപ്പോൾ ഈ 5 പാരാമീറ്റേഴ്സ് ക്വസ്റ്റ്യനിൽ അവർ തന്നിരിക്കും. ഓക്കെ. എന്താണ് നിങ്ങൾ കാണുന്നത് എന്നിട്ട് പറയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും സ്കോർ. ഓക്കെ. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ സം ചെയ്യുക. ഓക്കെ. ലെറ്റ്സ് സേ അപ്പർ ചെസ്റ്റ് മൂവ്മെന്റ് നിങ്ങൾക്ക് ഗ്രേഡ് 0 ആണ്, ലോവർ ചെസ്റ്റ് റിട്രാക്ഷൻ ജസ്റ്റ് വിസിബിൾ ആണ്, സിഫോയിഡ് റിട്രാക്ഷനും ജസ്റ്റ് വിസിബിൾ ആണ്, നേസൽ ഡയലറ്റേഷനും ജസ്റ്റ് വിസിബിൾ ആണ്, ആൻഡ് എക്സ്പിറേറ്ററി ഗ്രണ്ട് ക്യാൻ ബി ഹേർഡ് വിത്ത് സ്റ്റെതസ്കോപ്പ്. ഓക്കെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്താ നിങ്ങൾ ആഡ് ചെയ്യുക. 1 + 1 + 1 + 1 + 0 എത്ര കിട്ടും? എത്ര കിട്ടുള്ളൂ? ആൻസർ ഇസ് 4. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഒരു സ്കോർ കിട്ടിയല്ലോ, സ്കോർ കിട്ടി. ഇതാണ് ഇന്റർപ്രിട്ടേഷൻ. ആ സ്കോർ ലെസ് ദാൻ 5 ആണെങ്കിൽ അത് മൈൽഡ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആണ് കുട്ടികളുടേത്. 5 to 7 ആണെങ്കിൽ മോഡറേറ്റ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആണ്. മോർ ദാൻ 7 ആണെങ്കിൽ ഇറ്റ് ഇസ് സിവിയർ റെസ്പിറേറ്ററി ഡിസ്ട്രസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആ കുട്ടീനെ കാറ്റഗറൈസ് ചെയ്യണം. മൈൽഡ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ആണോ, മോഡറേറ്റ് ആണോ, സിവിയർ ആണോ? ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞിന് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ മൈൽഡ് ഒക്കെ ആണെങ്കിൽ ഓക്സിജൻ നേസൽ പ്രോങ്സ് വഴി കൊടുത്താൽ മതി. മോഡറേറ്റ് ആണെങ്കിൽ നമ്മൾ CPAP കൊടുക്കേണ്ടി വരും. സിവിയർ ആണെങ്കിൽ കൊച്ചിനെ മെക്കാനിക്കലി വെന്റിലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. സോ ദേ ഡോണ്ട് ആസ്ക് ദാറ്റ്. മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ എന്തായിരിക്കും? അവർ ക്വസ്റ്റ്യനിൽ ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വരിക. നിയോനേറ്റ് വായിച്ചു നോക്കൂ. വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വായിക്കണേ. ഓക്കെ. നിയോനേറ്റ് ആസ് റെസ്പിറേറ്ററി ഡിസ്ട്രസ്. ഓക്കെ. അതിനെപ്പറ്റിയാണോ നമ്മൾ പഠിക്കുന്നത്? ചൈൽഡ് ഹാസ് മിനിമൽ നേസൽ ഫ്ലെയർ. മിനിമൽ നേസൽ ഫ്ലെയർ, ഈ മിനിമൽ നേസൽ ഫ്ലെയർ എന്ന് പറഞ്ഞത് ഈ ഭാഗമാണ് അവർ പറയുന്നത്. അതിൻ്റെ അർത്ഥം ജസ്റ്റ് വിസിബിൾ ആയിട്ടുള്ള നേസൽ ഫ്ലെയർ ആണ് കുട്ടിക്കുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര സ്കോർ കൊടുക്കുള്ളൂ? യു വിൽ ഗിവ് എ സ്കോർ ഓഫ് 1. ഓക്കെ. ഇനി അടുത്ത എന്താ ക്വസ്റ്റ്യനിൽ പറയണേ? ഗ്രണ്ടിങ് വിത്ത് സ്റ്റെതസ്കോപ്പ് ഇസ് ഹേർഡ്. സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ ഗ്രണ്ടിങ് കേൾക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗമാണ് അവർ തന്നിരിക്കുന്നത്. ഗ്രണ്ടിങ് ഹേർഡ് വിത്ത് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുമ്പോൾ എത്ര സ്കോർ ആണ് നിങ്ങൾ കൊടുക്കുക? സ്കോർ ഓഫ് അഗൈൻ 1. സ്കോർ ഓഫ് അഗൈൻ 1. ഓക്കെ. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ലോവർ ചെസ്റ്റ് റിട്രാക്ഷൻസ് വിസിബിൾ ആണ് ആൻഡ് ഇൻസ്പിറേറ്ററി ലാഗ് ഉണ്ട്, സിഫോയിഡ് റിട്രാക്ഷൻസ് ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ ലോവർ ചെസ്റ്റ് റിട്രാക്ഷൻ വിസിബിൾ ആണ്, ജസ്റ്റ് വിസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പിന്നെ ഒരു സ്കോർ ഓഫ് 1 കൊടുക്കും, റൈറ്റ്? ബിക്കോസ്
it is grade 1. പിന്നെ എന്താ പറഞ്ഞത് xiphoid retractions just visible ആണ് ക്വസ്റ്റ്യനിലുണ്ട്. പിന്നെ നിങ്ങൾ +1 ഇടും. Okay, and upper chest retraction they said that there is lag on inspiration. അപ്പോൾ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യും? Yeah, that is grade 1, right? A score of 1. So when you add up, okay, 1 2 3 4 5, add up all these, okay, the total score that you get is 5. മനസ്സിലായോ? So questions അവർ തരും എന്താണ് കുട്ടിയുടെ ഫൈൻഡിംഗ് എന്ന്. You have to know this chart, very important. അപ്പോൾ answer here is what is the Silverman-Anderson score? Answer is 5. Okay. ഇനി നമ്മൾ കുട്ടികളിൽ ഉണ്ടാവുന്ന റെസ്പിറേറ്ററി ഡിസ്ട്രസിന്റെ ചില അസുഖങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ ഇവിടെ അവർ മോസ്റ്റ്ലി എക്സ്റേസ് തരും, അല്ലെങ്കിൽ ഒരു 1 വേർഡ് ക്യാച്ച് വേർഡ്സ് ഉണ്ടാവും. അത് വന്നിട്ട് എന്താണ് കുട്ടിയുടെ ഡയഗ്നോസിസ് എന്ന് ചോദിക്കും. ഫസ്റ്റ് ഇസ് ഹൈലിൻ മെംബ്രെയിൻ ഡിസീസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ഇവിടെ സോ ഹൈലിൻ മെംബ്രെയിൻ ഡിസീസ് നമ്മൾ പറഞ്ഞ HMD എന്നാണ് പറയുക. ഓക്കെ, അതിൻ്റെ വേറെ പേരാണ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. സോ ഇതെന്താന്ന് വെച്ചാൽ ആദ്യമേ ഞാൻ പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒരു ആൽവിയോലൈ വരയ്ക്കാം. Now see, to know about these diseases നമ്മുടെ ലങ്സിന്റെ അനാറ്റമി ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് ഞാൻ വരച്ചേക്കുന്നത് എന്താണോ, ഒരു കളർ എടുക്കട്ടെ, ഒരു സെക്കൻഡ്. അപ്പോൾ ഞാൻ ഈ വരച്ചേക്കുന്നത് നമ്മുടെ വിൻ പൈപ്പാണ്, ട്രാക്കിയ, റൈറ്റ്, ലാരിങ്സ്, അത് കഴിഞ്ഞിട്ട് എന്താണ് ട്രാക്കിയ, റൈറ്റ്. ആ ട്രാക്കിയ പിന്നെ എന്തായിട്ട് ഡിവൈഡ് ചെയ്യടോ, ബ്രോങ്കസ് ആയിട്ട്. ഈ 2 പൈപ്പ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ബ്രോങ്കസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം എങ്ങോട്ടത്തേക്ക് പോകുന്നു, ആ ട്രാക്കിയയിലേക്ക് പോകുന്നു. ആ ട്രാക്കിയ 2 പൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ 2 പൈപ്പാണ് ഇത് രണ്ടും. അതിന്റെ പേര് എന്താണ്? ഈ 2 പൈപ്പാണ് എന്താണ്? ബ്രോങ്കസ്. ഇതൊക്കെ അറിയാലോ. എന്നാലും ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതാകുമ്പം ഇത് അറിഞ്ഞാലേ ഞാൻ അടുത്ത് പറയുന്നത് മനസ്സിലാവുള്ളൂ. അപ്പൊ ബ്രോങ്കസ് മനസ്സിലായി. ഇനി ബ്രോങ്കസ്, ഈ 2 വലിയ പൈപ്പാണ് ബ്രോങ്കസ്. ഓക്കെ, ആ ബ്രോങ്കസ് പിന്നെ സ്മോൾ പൈപ്സ് ആയിട്ട്, സ്മോൾ ട്യൂബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ സ്മോൾ പൈപ്സ് ആണ് ഞാൻ ഈ ബ്ലൂ ആയിട്ട് വരച്ചിരിക്കുന്നത്. ഈ കുഞ്ഞു കുഞ്ഞു പൈപ്പ്, ഇതായത് ഞാൻ ഒന്നും കൂടെ വരച്ചുതരാം. ഈ കുഞ്ഞു കുഞ്ഞു പൈപ്സ്, സ്മോൾ പൈപ്സ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രോങ്കിയോൾസ് എന്ന് വിളിക്കുന്നത്. ഈ ഭാഗം മനസ്സിലായോ? ബ്രോങ്കസ് ഒരു വലിയ പൈപ്പാണ്. സോറി, ട്രാക്കിയ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രോങ്കസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ബ്രോങ്കസ് പിന്നെയും ചെറിയ ട്യൂബ്സ് ആയിട്ട് മാറുന്നുണ്ട്. ആ ചെറിയ ട്യൂബ്സ് ആണ് ഞാനിവിടെ വരച്ചേക്കുന്നത്. അതാണ് നമ്മുടെ ബ്രോങ്കിയോൾസ്. ഓക്കെ, ബ്രോങ്കിയോൾസ്, ഈ ബ്രോങ്കിയോൾസ് സെക്കൻഡ്. അപ്പൊ ഏതാണ് ബ്രോങ്കിയോൾസ്? ഈ കുഞ്ഞു പൈപ്പ് അല്ലെ, കുഞ്ഞു ട്യൂബ്യൂൾസ് ആണ് ബ്രോങ്കിയോൾസ്. അപ്പൊ അതിൽ കൂടെ എയർ പോകുന്നു. ആൻഡ് എവിടെയാണ് ഈ ബ്രോങ്കിയോൾസ് എൻഡ് ചെയ്യുന്നത്? ഈ ഞാനിങ്ങനെ റൗണ്ട് ആയിട്ട് വരച്ചിരിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് എന്ത്? ആൽവിയോലൈ. എന്താണോ? ആൽവിയോലൈ. അപ്പൊ നമ്മുടെ എയർ മുക്കിൽ കൂടെ ചെന്നിട്ട് റൈറ്റ് ലാരിങ്സിൽ പോയി, പിന്നെ അതെവിടെ പോകുന്നു? നമ്മുടെ ട്രാക്കിയയിലേക്ക് പോകുന്നു. ട്രാക്കിയ ഒരു പൈപ്പാണ്. ട്രാക്കിയയിൽ നിന്ന് ഈ എയർ എങ്ങോട്ടത്തേക്ക് പോകുന്നു? നമ്മുടെ ബ്രോങ്കസിലേക്ക് പോകുന്നു അല്ലെ, 2 പൈപ്സിലേക്ക് പോകുന്നു. ആ ബ്രോങ്കസ് വഴി എയർ എങ്ങോട്ട് പോകുന്നു? ബ്രോങ്കിയോൾസിലേക്ക് പോകുന്നു അല്ലെ. ചെറിയ പൈപ്സിനെയാണ് ബ്രോങ്കിയോൾസ് എന്ന് പറയാ. എന്നിട്ട് എയർ എവിടെ പോകുന്നതോ നമ്മുടെ ആൽവിയോലയിൽ എത്തുന്നു. ഈ റൗണ്ട് ആയിട്ട് ഞാൻ വരച്ചേക്കുന്നതാണ് ആൽവിയോലൈ. ഓക്കെ, ഈ ആൽവിയോലയുടെ അകത്ത് ഈ ബലൂൺ പോലെയാണ്, ഒരു സാക്ക് പോലെയാണ്. ഓക്കെ, അപ്പൊ ഈ ആൽവിയോലയുടെ അകത്താണ് എന്ത്? ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ നമ്മുടെ ബോഡി ഈ ആൽവിയോലയിന് ചുറ്റുമുള്ള ബ്ലഡ് വെസൽസ് എടുക്കുന്നു. ഈ ബ്ലഡ് വെസൽസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോലിന്റെ ആ സാക്കിന്റെ അകത്തേക്ക് വിടുന്നു. ദാറ്റ്സ് എ മെക്കാനിസം. ഓക്സിജൻ നമ്മുടെ ബ്ലഡ് വെസൽസിലേക്ക് വരുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഈ ആൽവിയോലയ്ക്ക് ചുറ്റുമുള്ള ബ്ലഡ് വെസൽസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഈ ആൽവിയോലയുടെ അകത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് നമ്മൾ എക്സ്പയർ ചെയ്യുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇത് ബേസിക് ആണ്, സിമ്പിൾ ആണ്. ഞാൻ ഇവിടെ വരച്ചേക്കുന്നത് നമ്മുടെ ആൽവിയോലൈ മാത്രമാണ് ഞാൻ വരച്ചേക്കുന്നത്. ഈ റൗണ്ട് ആയിട്ട് ബോൾ പോലെ ഉള്ള ഒരു സാധനമാണ് നമ്മുടെ ആൽവിയോലൈ. ഈ ആൽവിയോലയിൽ 2 തരം സെൽസ് ഉണ്ട്. ആൽവിയോലയിൽ എന്തുണ്ട്? നമുക്ക് 2 തരം സെൽസ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ യെല്ലോ കളറിൽ വരച്ചേക്കുന്നതാണ് നമ്മുടെ ആൽവിയോലാർ സെൽ ടൈപ്പ് 1. ഓക്കെ, സോ നമുക്ക് ആൽവിയോലൈനകത്ത് 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്. ടൈപ്പ് 1 ആൽവിയോലാർ സെൽസ് ഉണ്ട്. ഞാൻ ഈ ബ്രൗൺ ആയിട്ട് വരച്ചേക്കുന്നില്ലേ, ഈ ബ്രൗൺ ആയിട്ട് വരച്ചേക്കുന്നത്, ഇതൊക്കെ പിക്ചേഴ്സ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ വരച്ചിരുന്നേ. ഓക്കെ, ഈ ബ്രൗൺ ആയിട്ട് വരച്ചേക്കുന്നതാണ് ടൈപ്പ് 2 ആൽവിയോലാർ സെൽസ്. നമ്മുടെ ആൽവിയോലൈനകത്ത് എന്തുണ്ട്? 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്. ഞാൻ യെല്ലോ കളറിൽ വരച്ചേക്കുന്നതാണ് ടൈപ്പ് 1 ആൽവിയോലാർ സെൽസ്. ബ്രൗൺ കളറിൽ വരച്ചേക്കുന്നതാണ് ടൈപ്പ് 2 ആൽവിയോലാർ സെൽസ്. ഇത്രയും മനസ്സിലായോ?
ഓക്കെ, ഇനി ടൈപ്പ് 1 ആൽവിയോളർ സെൽസിന്റെ ഫംഗ്ഷൻ എന്താണോ, ഈ ടൈപ്പ് 1 സെൽസിൽ കൂടെയാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആർ അക്കറിങ്. ഇവിടെ എന്താണ്, ടൈപ്പ് 1 സെൽസിൽ നിന്നാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അക്കർ. ടൈപ്പ് 2 സെൽസ്, very important, look here, type 2 cells produce something called as surfactant. Okay, type 2 alveolar cells, they produce something called as what? Surfactant. Now what is the surfactant? What is the function? Surfactant, it is a chemical compound. Surfactant is a chemical compound ആണ്, mainly made up of proteins. Proteins വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു chemical compound ആണ്. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഇപ്പൊ നിങ്ങളുടെ വൈവേയിൽ ചോദിക്കുകയാണെങ്കിൽ, സേ again this little bit of physics ആണ്. Surfactant function in one word, say it reduces surface tension. Surface tension reduce ചെയ്യാനായിട്ട് സഹായിക്കുന്നു. Now അതെന്തിനാണ് നമുക്ക് ആൽവിയോലയിൽ സർഫാക്റ്റന്റിന്റെ ആവശ്യം? ഓക്കെ, ദാറ്റ് ഈസ് ബിക്കോസ് ഈ ആൽവിയോലൈ, ഞാൻ പറഞ്ഞു ഈ ആൽവിയോലൈ ഞാൻ ഈ മൊത്തത്തിൽ വരച്ചിരിക്കുന്നതാണ്, ഈ ബോൾ പോലെ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ആൽവിയോലൈ, റൈറ്റ്? ഇറ്റ്സ് ലൈക്ക് എ ബലൂൺ. ഓക്കെ, ആൻഡ് ഈ ബലൂണിനകത്ത് നിന്ന് നിങ്ങൾ ബലൂൺ വീർപ്പിക്കുമ്പോൾ, ഓക്കെ, എയർ കൊടുത്ത് വീർപ്പിക്കുമ്പോൾ ബലൂൺ വലുതാവും. അതേസമയം നിങ്ങൾ അറിയാതെ അതിൻ്റെ അത് കെട്ടിവെച്ചില്ലെങ്കിൽ എയർ പുറത്തേക്ക് പോകുമ്പോൾ ബലൂൺ ചുരുങ്ങിപ്പോവും, ഇല്ലേ? Now the same thing with alveoli if surfactant is absent. Surfactant നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ആൽവിയോലയിൽ ഇല്ല എങ്കിൽ എയർ നമ്മുടെ ലങ്സിലേക്ക് ചെല്ലുമ്പോൾ, ആൽവിയോലയിലേക്ക് ചെല്ലുമ്പോൾ ആൽവിയോലൈ വലുതാവും, ഒരു ബലൂൺ പോലെ. ഓക്കെ, സർഫാക്റ്റന്റ് ശരിക്കും നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാം, നമ്മൾ എക്സ്പയർ ചെയ്യുമ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ ഒബ്വിയസ്ലി എന്താണ്, ആ ഒരു എയർ നമ്മുടെ ആൽവിയോലയിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോലയിൽ നിന്ന് ബ്രോങ്കസ് വഴി നമ്മുടെ മൂക്ക് വഴി പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഈ ആൽവിയോലൈൻ്റെ അകത്ത് എന്തെങ്കിലും എയർ ഉണ്ടോ? അപ്പോൾ ഇല്ല, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോവാണ്, അതാണല്ലോ എക്സ്പിറേഷൻ. അപ്പം അങ്ങനെയുള്ളപ്പോൾ ബലൂൺ എന്താ ചെയ്യുക, എയർ പുറത്തേക്ക് പോകുമ്പോൾ ബലൂൺ ചുരുങ്ങും, അപ്പം ആൽവിയോലൈയും ചുരുങ്ങും. അങ്ങനെ ചുരുങ്ങിയാൽ നമ്മുടെ റെസ്പിറേഷൻ നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ അങ്ങനെ ചുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് തന്ന ഒരു കോമ്പനന്റ് ആണ് എന്ത്, സർഫാക്റ്റന്റ്. ഇറ്റ് പ്രിവെന്റ്സ് ദ കൊലാപ്സ് ഓഫ് ആൽവിയോലൈ ഡ്യൂറിങ് എക്സ്പിറേഷൻ. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം, ഭയങ്കര സിമ്പിൾ ആണോ. നോക്കി, ഞാനൊരു ആൽവിയോലൈ വരച്ചിട്ടുണ്ട്. ഞാൻ ശ്വാസം എടുക്കുമ്പോൾ മൂക്ക് വഴി ഓക്സിജൻ ചെല്ലുന്നു, ട്രക്കിയയിലേക്ക് ഓക്സിജൻ പോകുന്നു, ബ്രോങ്കസിലേക്ക് പോകുന്നു, ബ്രോങ്ക്യോൾസിലേക്ക് പോകുന്നു, ആൻഡ് ഇതിൻ്റെ ആൽവിയോലയിലേക്ക് ഓക്സിജൻ എത്തുന്നു. ഓക്കെ, ആൽവിയോലയുടെ ചുറ്റും എന്തുണ്ട്, എനിക്ക് ബ്ലഡ് വെസൽസ് ഉണ്ട്. ഈ ബ്ലഡ് വെസൽസ് ഞാൻ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യുന്ന അറിയോ, ദിസ് വിൽ ബ്രിങ് കാർബൺ ഡൈ ഓക്സൈഡ്. എൻ്റെ ബോഡിയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം ആ സമയത്തേക്ക് ബ്രീത്ത് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് എ കണ്ടിന്യൂസ് പ്രോസസ്. കാർബൺ ഡൈ ഓക്സൈഡ് എൻ്റെ ബ്ലഡ് വെസൽസിലേക്ക് വരും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോലൈൻ്റെ അകത്തേക്ക് ചെല്ലുന്നു, ആൻഡ് ഈ ഓക്സിജൻ ആൽവിയോലൈനകത്തുള്ള ഓക്സിജൻ എൻ്റെ ബ്ലഡ് വെസൽസിലേക്കും ചെല്ലുന്നു. അപ്പോൾ ഈ ഓക്സിജൻ ആണ് എൻ്റെ ബോഡി മൊത്തം ട്രാൻസ്ഫർ ആവുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോലയിലേക്ക് ചെല്ലുന്നു, ആൻഡ് ഞാൻ എക്സ്പയർ ചെയ്യുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോല വഴി മേലോട്ട് വന്ന് റൈറ്റ് ട്രാക്കിയെ കൂടെ മൂക്കിൽ കൂടെ പുറത്തേക്ക് പോകുന്നു. ഓക്കെ, നൗ അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുമ്പോൾ ആൽവിയോലയിനകത്ത് എയർ പ്രഷർ കുറയാണ്, എയർ ഇല്ല അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോവാണ്, ഞാൻ പുറത്തേക്ക് എക്സ്പയർ ചെയ്യണം. അങ്ങനെയുള്ളപ്പോൾ ആൽവിയോലൈ ചുരുങ്ങാൻ സാധ്യതയുണ്ട്, ഒരു ബലൂൺ പോലെ. ബലൂണിൻ്റെ എയർ പുറത്തേക്ക് പോയാൽ ബലൂൺ ചുരുങ്ങും, അതേപോലെ ആൽവിയോലൈ ചുരുങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാലും നമുക്ക് ബ്രീത്തിങ്, ഓരോ സമയം ഞാൻ എക്സ്പയർ ചെയ്യുമ്പോഴും ഈ ആൽവിയോലൈ എല്ലാം ചുരുങ്ങിയാൽ എനിക്ക് ബ്രീത്തിങ് ബുദ്ധിമുട്ട് ആവാം. ഓക്കെ, സോ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ദൈവം നമുക്ക് തന്ന ഒരു കോമ്പനന്റ് ആണ് എന്ത്, സർഫാക്റ്റന്റ്. അത് നമ്മുടെ ആൽവിയോലയിൽ തന്നെ 2 തരം സെൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ രണ്ടാമത്തെ സെല്ലിലെ ടൈപ്പ് 2 ആൽവിയോലർ സെൽസ് വിൽ പ്രൊഡ്യൂസ് സർഫാക്റ്റന്റ്. ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് പ്രിവെന്റ്സ് ദ കൊലാപ്സ് ഓഫ് ആൽവിയോലൈ ഡ്യൂറിങ് എക്സ്പിറേഷൻ. ഈ സർഫാക്റ്റന്റ് നമ്മുടെ ആൽവിയോലൈനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് പൊക്കോട്ടെ, പക്ഷെ ആ സമയത്ത് നമ്മുടെ ആൽവിയോലൈ ചുരുങ്ങാനായിട്ട് ഈ സർഫാക്റ്റന്റ് സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മുടെ റെസ്പിറേഷൻ നല്ല സ്മൂത്ത് ആയിട്ട് പോകും. മനസ്സിലായോ? ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ ഈ ഹൈലൈറ്റ് മെംബ്രെയിൻ ഡിസീസിൽ വാട്ട് ഹാപ്പൻസ് ഇസ് സർഫാക്റ്റന്റ് പ്രൊഡക്ഷൻ കുറവായിരിക്കും. സോ ഇവിടെ സർഫാക്റ്റന്റ് പ്രൊഡക്ഷൻ എന്താണ്, ഇങ്ങനത്തെ കുട്ടികളിൽ യൂഷ്വലി പ്രീടേംസിലൊക്കെ നമ്മൾ ഇത് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളിൽ അവരുടെ ആൽവിയോലയിൽ സർഫാക്റ്റന്റ് പ്രൊഡക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ആൽവിയോലൈക്ക് ചിലപ്പോൾ കൊലാപ്സ് ആവാൻ, എക്സ്പയർ ചെയ്യുമ്പോൾ കൊലാപ്സ് ആവാൻ, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ,
ഇനി ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഇതിനെ ഹൈലൻഡ് മെംബ്രെയിൻ ഡിസീസ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞുതരാം. എൻ്റെ പാത്തോഫിസിയോളജി പഠിക്കുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നത്. അപ്പോൾ ഫസ്റ്റ് തിങ്, ഹൈലൻഡ് മെംബ്രെയിൻ ഡിസീസിൽ എന്താണ് പ്രോബ്ലം, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രത്തിനകത്ത് എന്താണ് പ്രോബ്ലം? ടൈപ്പ് 2 ആൽവിയോലർ സെൽസ് പ്രീടേം ബേബി ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് സർഫാക്റ്റന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ there could be collapse of alveoli during expiration. ഇതൊരു റെസ്പിറേറ്ററി ഡിസ്ട്രസ് കുട്ടിയിൽ ഉണ്ടാക്കാം. ഓക്കെ, നൗ ഈ സർഫാക്റ്റന്റ് ഞാൻ പറഞ്ഞല്ലോ അതിന്റെ കോമ്പോസിഷൻ ചോദിക്കാറുണ്ട്. സർഫാക്റ്റന്റ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് ലൈപ്പോപ്രോട്ടീൻസ്, ഓക്കെ, ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ് സർഫാക്റ്റന്റ് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾ പറയണം ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫോസ്ഫാറ്റിഡിൽ കോലിൻ. ഇത് PYQ ആണ്. ഫോസ്ഫാറ്റിഡിൽ കോലിൻ ആണ് അതിന്റെ കോമ്പണന്റ്. അതിന്റെ ഫോസ്ഫാറ്റിഡിൽ കോലിന്റെ വേറെ പേരാണ് ലെസിത്തിൻ. അപ്പൊ 75% ഓഫ് സർഫാക്റ്റന്റിന്റെ എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആൻസർ ഇസ് ഫോസ്ഫാറ്റിഡിൽ കോലിൻ. പിന്നെ വേറെ പ്രോട്ടീൻസ് ഉണ്ട്. നമുക്ക് സ്പിംഗോമൈലിൻ എന്ന് പറഞ്ഞ ഒരു കോമ്പണന്റ് സർഫാക്റ്റന്റ് അകത്തുണ്ട്. ആൻഡ് വി ഹാവ് സർഫാക്റ്റന്റ് പ്രോട്ടീൻസ് A, B, C. അപ്പോൾ അങ്ങനെ വേറെ കുറെ പ്രോട്ടീൻസ് കോമ്പണൻസ് ഉണ്ട് സർഫാക്റ്റന്റിനകത്ത്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ് ഓഫ് സർഫാക്റ്റന്റ് എന്താണ്, വാട്ട് ഇസ് the surfactant made up of എന്ന് ചോദിച്ചാൽ, and if we ask you one answer, the answer should be phosphatidylcholine, which is also called as lecithin, PYQ. Now ഒരു കുഞ്ഞു വാവയ്ക്ക് ലം മെച്യൂരിറ്റി ഉണ്ടോ എന്നറിയാനായിട്ട് നമുക്ക് ഈ ലെസിത്തിനില്ലേ, ഈ ലെസിത്തിനും സ്പിംഗോമൈലിന്റെയും റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ ഇഫ് ഇറ്റ് ഇസ് മോർ ദാൻ 2 എങ്കിൽ അങ്ങനെ ഒരു കുട്ടിക്ക് നോർമൽ ലം മെച്യൂരിറ്റി ആണ്. ഈ റെസ്പിറേറ്ററി ഡിസ്ട്രസ് വരാൻ സാധ്യത കുറവാണ്. Okay, so if you want to assess the lung maturity, obviously there are different methods under കുഞ്ഞുവാവയുടെ lung maturity assess ചെയ്യാനായിട്ട്. But surfactant വെച്ചിട്ട് നിങ്ങൾക്ക് lung maturity assess ചെയ്യണമെങ്കിൽ ആ സർഫാക്റ്റന്റിന്റെ രണ്ട് കോമ്പണന്റ്സ് ഉണ്ടല്ലോ, ലെസിത്തിനും സ്പിംഗോമൈലിന്റെയും റേഷ്യോ കണ്ടുപിടിക്കുക. If it is more than 2, okay, ആ റേഷ്യോ more than 2 ആണെങ്കിൽ കുഞ്ഞ് നോർമൽ ആണ്, നല്ല lung maturity ഉണ്ട് എന്നാണ് അർത്ഥം. Okay, clinical features in respiratory distress syndrome, obviously there is respiratory distress. പാത്തോഫിസിയോളജി ആണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ സർഫാക്റ്റന്റ് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞു ആൽവിയോളി കൊളാപ്സ് ചെയ്യും, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ഹൈലൻഡ് മെംബ്രെയിൻ ഡിസീസ് ആ പേര് വന്നതെന്നറിയോ? സീഡാ ഞാനൊരു ആൽവിയോളി വരയ്ക്കട്ടെ ഇവിടെ. അപ്പോൾ ഇതാണ് ആൽവിയോളി. ഓക്കെ, സർഫാക്റ്റന്റ് ഡെഫിഷ്യൻസി ഉള്ള സമയത്ത് ഒബ്വിയസ്ലി ആൽവിയോലോ കൊളാപ്സ് ഉണ്ടാവുന്നു. അപ്പോൾ ശരിക്കും ആ കുട്ടിക്ക് എന്താണ് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കുഞ്ഞുവാവയ്ക്ക് ഹൈപ്പോക്സിയ ഉണ്ടാവും. എന്താണ് ഈ ഹൈപ്പോക്സിയ? when enough of oxygen is not entering our body, ആ ഒരു കണ്ടീഷനാണ് ഹൈപ്പോക്സിയ എന്ന് പറയാം. ഓക്കെ, ഈ ഇപ്പം എവിടെ നമ്മുടെ ബോഡിയിൽ എവിടെ ഹൈപ്പോക്സിയ ഉണ്ടെങ്കിലും എന്നുവെച്ചാൽ ശരിക്കും ഓക്സിജൻ സപ്ലൈ കിട്ടുന്നില്ല ഒരു ഭാഗത്തുനിന്നെങ്കിൽ ആ ഭാഗത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അതൊരു കെമിക്കൽ റെസ്പോൺസ് ആണ്. ഓക്കെ, ലങ്സ് ആണെങ്കിൽ അങ്ങനെ, ബ്രെയിൻ ആണെങ്കിൽ അങ്ങനെ, ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ ബോഡിക്ക് പ്രോപ്പറായിട്ട് ഓക്സിജൻ സപ്ലൈ, ബ്ലഡ് സപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പോക്സിയ എന്ന് പറയും. ഹൈപ്പോക്സിയുടെ ഒരു കോംപ്ലിക്കേഷൻ ആണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ആ ഭാഗത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാവും, ഒരു തടുപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ആൽവിയോലയിൽ എന്ത് പറ്റുന്നു? there is alveolar collapse അല്ലേ, ആൽവിയോലി ചുരുങ്ങി പോകുന്നുണ്ട് ഇങ്ങനത്തെ കുട്ടികളിൽ സർഫാക്റ്റന്റ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും ഓക്സിജൻ ആ ഒരു ആൽവിയോലർ റീജിയനിലേക്ക് അവർക്ക് എത്തുന്നില്ല. അപ്പോൾ ആ ഏരിയയിൽ എന്താണ് ഹൈപ്പോക്സി ഉണ്ടാവുന്നു, ഈ ആൽവിയോലർ റീജിയനിൽ ഹൈപ്പോക്സി ഉണ്ടാവുന്നു. ഹൈപ്പോക്സി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ ആൽവിയോലർ റീജിയനിൽ എന്തുണ്ടാവുന്ന പറയുക there is going to be inflammation. ഓക്കെ, ഈ ആൽവിയോലിക്ക് ചുറ്റും ഒരു ഇൻഫ്ലമേഷൻ, there is going to be inflammation all around the alveoli because അതിന് ബ്ലഡ് സപ്ലൈ ശരിക്കും അല്ലെങ്കിൽ ഓക്സിജൻ ശരിക്കും കിട്ടുന്നില്ല. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ ഉള്ളപ്പോൾ what happens? the cell starts to die. കുറേ നേരം ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സെൽസിന് അത്രയും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, those cells will start to die. അപ്പോൾ നമ്മുടെ ആൽവിയോലിന്റെ സെൽസ് ഉണ്ടല്ലോ, നമുക്ക് ടൈപ്പ് 1 ആൽവിയോലർ സെൽസ് ഉണ്ട്, ടൈപ്പ് 2 ആൽവിയോലർ സെൽസ് ഉണ്ട്. ഈ സെൽസിനൊന്നും ശരിക്കും ഓക്സിജൻ കിട്ടുന്നില്ലെങ്കിൽ they will start to die. And when they die, what is formed? Debris. Okay, ആ ഡെഡ് സെൽസിനെയാണ് ഡെബ്രിസ് എന്ന് പറയുന്നത്. ഈ ഡെബ്രിസ് എന്ത് ചെയ്യുമെന്ന് അറിയോ? നമ്മുടെ ഈ ആൽവിയോലൈൻ്റെ ലൈനിങ് ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ആൽവിയോലൈ ഇൻ ഡെപ്പോസിറ്റിംഗ് ഈ സെൽസ് ഞാൻ പറഞ്ഞു ശരിക്കും ഓക്സിജൻ കിട്ടാത്തതുകൊണ്ട് they will be inflammation and eventually they will die. അല്ലേ, ഈ ഡെത്ത് ആവുമ്പോൾ, ഈ സെൽസ് ഡെത്ത് ആവുമ്പോൾ ഈ ആൽവിയോലൈ ഈ സെല്ലുലർ ഡെബ്രിസിലെ ഈ ഡെത്തായ സെൽസിന്റെ ഡെബ്രിസ്, that debris will get collected in the alveoli. ഒരു മെംബ്രെയിൻ പോലെ ഈ ഒരു ഡെബ്രിസ് ആൽവിയോലൈനകത്ത് കളക്റ്റഡ് ആവും. ഓക്കെ, സോ നമ്മൾ ഇത്
ഓക്കെ, ഈ ഒരു ഭാഗം ബയോപ്സി എടുത്ത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ I can see one pink material. Basically, a pink material എന്താണ്, അവിടുത്തെ സെൽസ് മരിച്ചിട്ട് ആ ആൽവിയോലിക്ക് ചുറ്റും ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ബയോപ്സി എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ ഈ ഭാഗം എങ്ങനെയാണെന്ന് അറിയാം, ഒരു പിങ്ക് ഗ്ലാസി അപ്പിയറൻസ് തരും. ഓക്കെ, ഒരു പിങ്ക് ഗ്ലാസി അപ്പിയറൻസ് തരും. അപ്പോൾ നമ്മൾ പാത്തോളജിയിൽ ഒരു പിങ്ക് ഗ്ലാസി അപ്പിയറൻസിനെ ഹൈലീൻ എന്നാണ് പറയുക. എന്താണ് ഹൈലീൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുട്ടികളുടെ ബയോപ്സി, ആൽവിയോലാർ ഏരിയയുടെ ബയോപ്സി എടുത്ത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയപ്പോൾ നമ്മൾ എന്ത് കണ്ടു, ഇതേപോലെ ഒരു ഗ്ലാസി, ഒരു പിങ്ക് ഗ്ലാസി പിക്ചറാണ് നമുക്ക് മൈക്രോസ്കോപ്പിൽ കിട്ടിയത്. അതുകൊണ്ടാണ് ഇതിന് പേര് വന്നത് ഹൈലിൻ മെംബ്രെയിൻ ഡിസീസ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മെംബ്രെയിൻ ആൽവിയോലയിൽ ഡെപ്പോസിറ്റ് ആവുന്നത്. എന്താണ് ആ മെംബ്രെയിൻ? ഈ സെൽസ്, ആൽവിയോലയിനകത്തുള്ള സെൽസ് മരിച്ചിട്ട് ആ സെല്ലിന്റെ ഡെബ്രിസ് ആൽവിയോലയ്ക്ക് ചുറ്റും ഒരു കവർ പോലെ ഫോം ചെയ്യും. ആൽവിയോലയെ ലൈൻ ചെയ്യും ആ ഒരു ഡെബ്രിസ്. അപ്പോൾ ആ ലൈനിങ് ആണ് ഹൈലിൻ മെംബ്രെയിൻ എന്ന് പറയാം. Okay, and that lining when seen through a microscope looks pink. That's why it's called hyaline. So obviously I just wanted you to understand this. ഇതൊന്നും ഒരു NPG അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കത്തില്ല, but I wanted you to understand. അതുകൊണ്ടാണ് അത്ര ഡീറ്റെയിൽ ആയി പറഞ്ഞത്. ഓക്കെ, സോ ഹൈലിൻ മെംബ്രെയിൻ ഇസ് ഫോം. മനസ്സിലായി എന്തുകൊണ്ടാണ് നമ്മൾ ആ പേര് വിളിക്കുന്നതെന്ന്. ഇനിയും ഇത് PYQs ആണ്. ഹൈലിൻ മെംബ്രെയിൻ ഡിസീസിൽ നിങ്ങൾ എങ്ങനെയാണ് എക്സ്റേയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് കാണുന്നത്? കുഞ്ഞിന് ഒബിയസ്ലി റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ട്. ദർ ഇസ് ഹൈപ്പോ ഏരിയേറ്റഡ് ലങ്സ്. അവരുടെ ആൽവിയോലെ കൊലാപ്സ് ആയി നിൽക്കുകയാണ് അല്ലെ. ആൽവിയോലെ കൊലാപ്സ് ആയി നിൽക്കുമ്പോൾ ശരിക്കും എയറിന് അകത്തോട്ട് കയറാൻ പറ്റുമോ ലങ്സിൽ? ഇല്ല. സോ ഹൈപ്പോ ഏരിയേറ്റഡ് ലങ്സ് കാണും. പിന്നെ ഉള്ളത് ഇതൊരു ഈ ഒരു പിക്ചറാണ്. നമുക്ക് കാണാൻ കഴിയുക ഇൻ വേർ ഹൈലിൻ മെംബ്രെയിൻ ഡിസീസ്. ഫസ്റ്റ് തിങ് ഹൈപ്പോഏരിയേറ്റഡ് ലങ്സ് ആയിരിക്കും. ആൽവിയോലെ കൊലാപ്സ് ആവുന്നത് ശരിക്കും ഓക്സിജൻ കയറില്ല. സാധാരണ നിങ്ങളൊരു നോർമൽ എക്സ്റേ എടുത്ത് നോക്കിയാൽ ഈ ഭാഗങ്ങളൊക്കെ നല്ല ബ്ലാക്ക് ആയിരിക്കും. നല്ല ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നല്ല എയർ, നല്ല ബ്ലാക്ക് അല്ല, ബ്ലാക്ക് ആയിരിക്കും. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അവിടെ നല്ല എയർ പോകുന്നുണ്ട് ലങ്സിൽ. ഓക്കെ, പക്ഷേ നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കിയേ, അത് കംപ്ലീറ്റ് ഫുൾ ബ്ലാക്ക് അല്ല. ഓക്കെ, കുറച്ച് ഏരിയാസ് ഒക്കെ ബ്ലാക്ക് ഉണ്ട്, പക്ഷെ കംപ്ലീറ്റ്ലി ഒരു നോർമൽ എക്സ്റേയുടെ പിക്ചർ അല്ല ഇത് തരുന്നത്. സോ ഫസ്റ്റ് തിങ് ഹൈപ്പോഏരിയേറ്റഡ് ലങ്സ്. രണ്ടാമത് ഈ ആൽവിയോലെ കൊലാപ്സ് ആവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് ആ ഏരിയാസ് നമുക്ക് കുറച്ച് റെറ്റിക്കുലർ അല്ലെങ്കിൽ ഒരു ഗ്രാനുലർ അപ്പിയറൻസ് തരും. ഈ ആൽവിയോലൈ കൊലാപ്സ് ആവുന്നത് കൊണ്ട്, ഓക്കെ, അവിടെ ചുരുങ്ങി പോകുന്നതുകൊണ്ട് അവിടെ എയർ ശരിക്കും പോകുന്നില്ല. അപ്പോൾ ഒരു കൺസോളിഡേറ്റഡ് പിക്ചർ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ശരിക്കും എയർ ഇല്ലാത്തതുകൊണ്ട് അവിടെ കുറച്ച് കുഞ്ഞു വൈറ്റ് ഗ്രാനുലർ ഏരിയാസ് പോലെ, നമ്മൾ ആൽവിയോലൈൻ്റെ ഭാഗം നോക്കുവാണെങ്കിൽ വൈറ്റ് ഗ്രാനുലർ ഏരിയാസ് പോലെ കാണാൻ പറ്റും. അപ്പോൾ അതിനെയാണ് നമ്മൾ റെറ്റിക്കുലോ ഗ്രാനുലർ പാറ്റേൺ എന്ന് പറയുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ഗ്ലാസ് ഒപ്പാസിറ്റി എന്നും പറയും. ഓക്കെ, സോ ബേസിക്കലി എന്താ സംഭവം, ഈ ആൽവിയോലയ്ക്കകത്ത് ശരിക്കും എയർ കയറുന്നില്ല, ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എയർ കയറാത്തതുകൊണ്ട് അവിടെ നമ്മൾ വൈറ്റ് സ്പോട്ട്സ് പോലെ കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഗ്രാനുലർ പാറ്റേൺ എന്ന് പറയുക, റെറ്റിക്കുലോ ഗ്രാനുലർ പാറ്റേൺ. ഈസി. ഓക്കെ, അതെവിടെ കാണുക? HMD. ഇനി അടുത്ത സൈൻ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്, അതേ അവർ ചോദിക്കുള്ളൂ. ദാറ്റ്സ് കോൾഡ് ആസ് എയർ ബ്രോങ്കോഗ്രാം. എന്താണോ എയർ ബ്രോങ്കോഗ്രാം? അതെന്താണെന്നറിയോ? ഇവിടെ ഈ കുട്ടിക്ക് എന്താണ് പ്രശ്നം? ആ കുട്ടിയുടെ ബ്രോങ്കസിന് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ആ കുട്ടിയുടെ പ്രോബ്ലം ആൽവിയോലായി ചുരുങ്ങി പോകുന്നു എന്നത് മാത്രമാണ് അല്ലേ. അപ്പൊ ഈ ബ്രോങ്കസിൽ എയർ നന്നായിട്ട് പോകുന്നുണ്ട്, ബ്രോങ്കിയോൾസിലും എയർ നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ആൽവിയോലയിൽ എയർ ശരിക്കും ആ ഒരു എക്സ്ചേഞ്ച് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ ബ്രോങ്കസിൽ നന്നായിട്ട് എയർ നമുക്ക് കാണാം. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇത് കണ്ടോ, ബ്രോങ്കസിനകത്ത് ഒരു ബ്ലാക്ക് ലൈൻ കണ്ടോ? ബ്രോങ്കസിനകത്ത് എയർ പോകുന്നുണ്ട്, പക്ഷേ ഇവിടെ ഒക്കെ നമ്മൾ ശരിക്കും നല്ല ബ്ലാക്ക് കാണേണ്ടതാണ്. പക്ഷെ നമുക്ക് കംപ്ലീറ്റ്ലി ബ്ലാക്ക് അല്ല, കുറച്ച് വൈറ്റ് കുരുകുര കാണുന്നുണ്ട്. അപ്പൊ അത് നോർമൽ അല്ല. പക്ഷെ എന്നാൽ ബ്രോങ്കസിന്റെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ആ കറക്റ്റ് ബ്ലാക്ക് ലൈൻ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ബ്രോങ്കസിൽ കറക്റ്റായിട്ട് എയർ പോകുന്നുണ്ട്. അപ്പൊ അതിനെയാണ്, ആ ഒരു സൈനിനെയാണ് എയർ ബ്രോങ്കോഗ്രാം എന്ന് പറയുക. ഇത് PYQ ആണ്. എയർ ബ്രോങ്കോഗ്രാം എവിടെയാ കാണുക? ദാറ്റ് ഈസ് ഇൻ HMD. ക്ലിയർ ആയോ? HMD ഇത് മാത്രമേ ചോദിക്കൂ, എക്സ്റേ മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, ഇനി ട്രീറ്റ്മെന്റ് എന്താണ്? ഒബ്വിയസ്ലി കുഞ്ഞിന് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ട്. സോ ഡിപെൻഡിങ് അപ്പോൺ ദ ഗ്രേഡ് ഓഫ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് യു കെൻ ഗിവ് ഹർ ഓക്സിജൻ, CPAP ഓർ മെക്കാനിക്കൽ വെന്റിലേഷൻ. ആ ഡിസ്ട്രസിന്റെ ഒരു സിവിയറിറ്റി അനുസരിച്ച് oxygen supply here, okay, by prong CPAP or mechanical ventilation. And obviously കുട്ടിക്ക് ഇപ്പോൾ ആക്ച്വലി എന്താ പ്രോബ്ലം? സർഫാക്റ്റന്റ് കുറവാണ് അല്ലേ. സർഫാക്റ്റന്റ് ലങ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സർഫാക്റ്റന്റ് ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയാം, നമ്മൾ കുഞ്ഞിനെ ഇൻറ്റ്യൂബേറ്റ് ചെയ്ത്, ഇൻറ്റ്യൂബേഷൻ വഴിയാണ് സർഫാക്റ്റന്റ് കുഞ്ഞിന്റെ ലങ്സിലേക്ക് എത്തിക്കുന്നത്.
ആ ടെക്നിക്കാണ് എൻഷുർ ടെക്നിക് എന്ന് പറയുന്നത്. PYQ ആണ് എൻഷുർ ടെക്നിക്. ഓക്കെ, സർഫാക്ടന്റ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ HMDയിൽ ബൈ എൻഷുർ ടെക്നിക്. എൻഷുർ ഒരു ഷോർട്ട് ഫോം ആണ്. IN stands for intubation, okay, and SUR stands for supplying surfactant, and E stands for extubation. കുഞ്ഞിനെ ഇൻട്യൂബേറ്റ് ചെയ്യുക, സർഫാക്ടന്റ് കൊടുക്കുക, അതിനുശേഷം എക്സ്ട്യൂബേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് ഗിവ് ഓക്സിജൻ. അതാണ് എൻഷുർ ടെക്നിക്. പക്ഷേ ഈ എൻഷുർ ടെക്നിക്സ് കുറച്ച് പാടാണ്. ബിക്കോസ് വെന്റിലേഷൻ എല്ലാ കുട്ടികൾക്കും അത്രയും നന്നായിട്ട് എടുക്കണമെന്നില്ല, റൈറ്റ്? കുഞ്ഞു ഭാവന്മാരല്ലേ. സോ ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ടെക്നിക്സ് വന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ലിസ ആൻഡ് മിസ്റ്റ്. ഓക്കെ, ഈ പേര് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഈ രണ്ട് ടെക്നിക്ക് വഴി നമുക്ക് സർഫാക്ടന്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഇൻട്യൂബേറ്റ് ചെയ്യേണ്ട കുട്ടികളെ, അല്ലാതെ ഇൻട്യൂബേറ്റ് ചെയ്യാതെ നമുക്ക് സർഫാക്ടന്റ് കുഞ്ഞുങ്ങളിൽ എത്തിച്ചു കൊടുക്കാം. ആ രണ്ട് ടെക്നിക്കാണ് ലിസയും മിസ് ടെക്നിക്കും. പേരൊന്ന് അറിഞ്ഞിരിക്കാം. ലിസയുടെ ഫുൾ ഫോം ലെസ് ഇൻവേസീവ് സർഫാക്ടന്റ് അഡ്മിനിസ്ട്രേഷൻ, ആൻഡ് മിസ്റ്റിന്റെ ഫുൾ ഫോം എന്താണ്? മിനിമലി ഇൻവേസീവ് സർഫാക്ടന്റ് ടെക്നിക്, സർഫാക്ടന്റ് അഡ്മിനിസ്ട്രേഷൻ ടെക്നിക്. മിസ്റ്റ് എന്ന് വെച്ചാൽ മിനിമലി ഇൻവേസീവ് സർഫാക്ടന്റ് ടെക്നിക്. സോ ഈ പേര് മാത്രം അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ഇൻട്യൂബേറ്റ് ചെയ്യാതെ കുട്ടിക്ക് സർഫാക്ടന്റ് എത്തിക്കുന്നത്? നമ്മൾ എപ്പോഴും എന്താന്ന് ചോദിക്കണം. ഓൾവേസ് ആസ്ക് വൈ, അല്ലേ? നമ്മളിപ്പം ഇൻ ദ കമന്റ് സെക്ഷൻ ഓൾസോ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് പ്ലീസ് ആസ്ക് വൈ. സോ ദാറ്റ് ഗീവ്സ് എ ലോട്ട് ഓഫ് ആൻസേഴ്സ്. നമ്മൾ മഗപ്പ് ഇതിനെക്കാട്ടി നല്ലതാണ് മനസ്സിലാക്കി പഠിക്കുന്നത്, അല്ലേ? അതാകുമ്പോൾ എനിക്ക് കൊച്ചിലെ മാത്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഇപ്പോഴും ഇഷ്ടമാണ്. അതെന്താണെന്നറിയോ, മാത്സിൽ നമ്മൾ മഗപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ആ ഒരു ലോജിക് അറിഞ്ഞാൽ then we can crack it. So നമ്മുടെ മൈൻഡ് എന്താ പറയുക, ഒന്നും ഓർത്തിരിക്കേണ്ട. സോ മാത്സ് എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു, പിന്നെ ഇംഗ്ലീഷും. ആൻഡ് ഐ ഫൈൻഡ് ദാറ്റ് നമ്മുടെ മെഡിക്കൽ സയൻസിൽ ഒരു ചെറിയ പ്രോബ്ലം എന്ന് വെച്ചാൽ പീപ്പിൾ എംഫസൈസ് എ ലോട്ട് ഓൺ മഗിങ് അപ്പ് തിങ്സ്. കാണാപ്പാടം പഠിച്ചാൽ നല്ലത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നമ്മളെല്ലാം അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചാൽ then mind becomes, it's very easy to read. നമുക്ക് പിന്നെ വായിക്കാൻ തോന്നും. So yeah, that's my way of learning. സോ എൻഷുർ ടെക്നിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ പറയും ലിസ ടെക്നിക്ക്, മിസ്റ്റ് ടെക്നിക്ക്. ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ സർഫാക്ടന്റ് കുഞ്ഞിന് കൊടുക്കും, പക്ഷേ ഇൻട്യൂബേഷൻ വഴിയല്ല. അത്രയും ചില പിള്ളേർക്ക് ഇൻട്യൂബേഷൻ അത്രയും പറ്റില്ല, കുഞ്ഞു ഭാവന്മാരല്ലേ. അതൊരു വലിയ പ്രൊസീജിയറാണ് ഇൻട്യൂബേഷൻ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഈ ലിസ ടെക്നിക്ക് അല്ലെങ്കിൽ മിസ്റ്റിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കാത്തറ്റർ ഇടും. മൂക്ക് വഴി കാത്തറ്റർ ഇടും. ഓക്കെ, ആൻഡ് വോക്കൽ കോഡ് വരെ കാത്തറ്റർ എത്തിക്കും. അത് കഴിഞ്ഞാൽ കാത്തറ്റർ വഴിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സർഫാക്ടന്റ് കുഞ്ഞിന് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വി റിമൂവ് ദ കാത്തറ്റർ. അപ്പോൾ ഇൻട്യൂബേഷൻ്റെ ആവശ്യമില്ല. രണ്ട് പുതിയ ടെക്നിക്കാണ്, പേരെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ അബൌട്ട് HMD. നെക്സ്റ്റ് ഇസ് ട്രാൻസിയന്റ് ടാക്കിപ്നിയ ഓഫ് ദ ന്യൂ ബോൺ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ജസ്റ്റ് ആ ഒരു പിക്ചർ മാത്രം ചോദിച്ചിട്ട് അവർ ഒരു വൺ MCQ യൂഷ്വലി ചോദിക്കാറുള്ളൂ. ആ ഒരു പിക്ചർ വന്നിട്ട് diagnosis ചോദിക്കും. But we will study this in detail, right? We should know what it is. Transient tachypnea of the newborn വെച്ചാൽ the other name, first you learn the other name. It's also called as wet lung syndrome. Wet lung syndrome. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നതെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഇത് കാണുന്നത് ഈ ടേം ബേബീസ്, ഓക്കെ, അല്ലെങ്കിൽ ഡയബറ്റിക് മദേഴ്സിൻ്റെ കുറച്ച് തടിയുള്ള ഭാവന്മാർ, ഓക്കെ, ഓർ ലേറ്റ് പ്രീ ടേം ബേബീസ് എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു നന്നായിട്ട് വളർന്ന കുട്ടികളിലാണ് നമ്മൾ ട്രാൻസിയന്റ് ടാക്കിപ്നിയ ഓഫ് ദ ന്യൂ ബോൺ കാണുന്നത്. ദിസ് നത്തിങ് ടു വറി. ദിസ് വിൽ സബ്സൈഡ് ഇൻ സം ടൈം. ഇവിടെ വാട്ട് ഹാപ്പൻസ് ഇസ് ഒബ്വിയസ്ലി ദ ചൈൽഡ് വിൽ പ്രസന്റ് വിത്ത് റെസ്പിറേറ്ററി ഡിസ്ട്രസ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലെറ്റ് മീ ജസ്റ്റ് യു ക്യാൻ സീ ദ ലങ്സ് ഹിയർ. ഒരു കുഞ്ഞുവാവ വൂമ്പിനകത്തായിരിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് യൂസിങ് ഇറ്റ്സ് ലങ്സ്. അതിൻ്റെ ലങ്സ് അത് യൂസ് ചെയ്യുന്നില്ല, റൈറ്റ്? It's getting oxygen and nutrition via the placenta. അപ്പോൾ കുഞ്ഞുവാവയുടെ ലങ്സിനകത്ത് കുഞ്ഞുവാവ എവിടെയാണ് കിടക്കുന്നത്? അമ്മയുടെ ആംനിയോട്ടിക് ഫ്ലൂയിഡിനകത്താണ്, റൈറ്റ്? ആൻഡ് കുഞ്ഞുവാവ എന്ത് ചെയ്യും? ഇറ്റ് വിൽ സോളോ ദി ആംനിയോട്ടിക് ഫ്ലൂയിഡ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ലങ്സിന് ചുറ്റിനും there is going to be fluid. ലങ്സിന് ചുറ്റിനും മാത്രമല്ല, ലങ്സിന്റെ ലിംഫാറ്റിക് സിസ്റ്റത്തിലും there's going to be fluid നോർമലി. പക്ഷേ അത് വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന് അതൊരു പ്രശ്നമല്ല. നമ്മുടെ ലങ്സിലൊക്കെ ഫ്ലൂയിഡ് പോയാൽ നമുക്ക് ശ്വാസം മുട്ടും. പക്ഷെ കുഞ്ഞുവാവയ്ക്ക് അതൊരു പ്രശ്നമില്ല. ബിക്കോസ് ആ കുഞ്ഞുവാവ എവിടെ കിടക്കുന്നത്? ആംനിയോട്ടിക് ഫ്ലൂയിഡിനകത്താണ് കിടക്കുന്നത്. ആൻഡ് വാവ ലങ്സ് യൂസ് ചെയ്യുന്നില്ല. വാവ പുറത്തിറങ്ങിയിട്ടാണ് ശ്വാസം എടുത്ത് ലങ്സ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അതുവരെ കുഞ്ഞിന് ഓക്സിജൻ എവിടെ കിട്ടുന്നത്? പ്ലാസന്റയാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി. നൗ കുഞ്ഞുവാവ ഈ നോർമൽ ഡെലിവറി ആവുന്ന സമയത്ത് അമ്മയുടെ വജൈനൽ കനാൽ
കനാലിൽ കൂടെ വാവ പുറത്തേക്ക് വരുമ്പോൾ ആ ഒരു പ്രഷർ ഉണ്ട്, ആ ഒരു നോർമൽ ഡെലിവറി വാവയ്ക്ക് കൊടുക്കുന്ന ഒരു ഫിസിക്കൽ പ്രഷർ ഉണ്ട്. ആ പ്രഷർ കാരണം കുഞ്ഞു വാവയുടെ ബോഡിയിൽ എന്ത് റിലീസ് ആവും അറിയടാ? കാറ്റക്കോളമൈൻസ് റിലീസ് ആവും. ഇതിപ്പോ ഞാൻ നോർമൽ കാര്യമാണ് പറയുന്നത്. കാറ്റക്കോളമൈൻസ് റിലീസ് ആവും എപ്പോ കുഞ്ഞുവാവ when the baby moves out through the vaginal canal, അമ്മ പുഷ് ചെയ്യല്ലേ, റൈറ്റ്? അമ്മ പുഷ് ചെയ്യുമ്പോൾ it's going to be contraction. അതുകൊണ്ട് തന്നെ ആ ഒരു ഫിസിക്കൽ പ്രഷർ കാരണം വാവയുടെ ബോഡിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? കാറ്റക്കോളമൈൻസിന്റെ പ്രൊഡക്ഷൻ കൂടും. ഈ കാറ്റക്കോളമൈൻസിനോ ഇതിനൊരു ഫംഗ്ഷൻ ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാറ്റക്കോളമൈൻസ് these will activate ENaC channels in the baby. വാവയുടെ ബോഡിയിലെ ENaC ചാനൽസിനെ കാറ്റക്കോളമൈൻസ് ആക്ടിവേറ്റ് ചെയ്യും. എന്താണ് ഈ ENaCന്റെ ഫുൾ ഫോം? That is epithelial sodium channels. Okay, catecholamines കൂടുമ്പോൾ ഒരു പ്രഷർ കാരണം കാറ്റക്കോളമൈൻസ് വാവയുടെ ബോഡിയിൽ കൂടുന്നു. അത് കാരണം ENaC channels ആക്ടിവേറ്റ് ആവും. ENaC ചാനൽസിന്റെ ഫംഗ്ഷൻ എന്താ? Who will tell me ENaC ചാനലിന്റെ ഫംഗ്ഷൻ എന്താ? The function is to absorb sodium and water. സോഡിയത്തിനെ അബ്സോർബ് ചെയ്യുക, തിരിച്ച് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് ENaC ചാനലിന്റെ ഫംഗ്ഷൻ. അപ്പോൾ ഒരു നോർമൽ കുട്ടിക്ക് ഓക്കെ ENaC ചാനൽസ് ആക്ടിവേറ്റ് ആകുമ്പോൾ ഈ ലങ്സിനകത്ത് ചുറ്റുമുള്ള ഈ ഫ്ലൂയിഡില്ലേ, ലങ്സിനകത്തുള്ള ഫ്ലൂയിഡ്, ഞാൻ പറഞ്ഞില്ലേ വാവിനകത്ത് ഫ്ലൂയിഡ് ഉണ്ടാവും ലങ്സിനകത്ത്, ആ ഫ്ലൂയിഡിനെ ലിംഫാറ്റിക് സിസ്റ്റം അത് അബ്സോർബ് ആവും. ഓക്കെ, ആൻഡ് ദെൻ when the baby comes out he can breathe easily because fluid ഇല്ല. ENaC ചാനൽസ് ആക്ടിവേറ്റ് ആയി. ഈ ENaC ചാനൽസ് നമ്മുടെ ലങ്സിനകത്തുണ്ട്, സ്കിന്നിനകത്തുണ്ട്, കിഡ്നിയിലുണ്ട്. ഈ ചാനൽസ് ആണ്. And when these channels are activated, what they do is they absorb the sodium, they absorb the water into the lymphatic system. നമ്മുടെ വെസൽസിലേക്ക് വെള്ളത്തിനെ അത് പിടിച്ചെടുക്കും. അപ്പോൾ ഈ ലങ്സിന് ചുറ്റിനുമുള്ള ഈ വെള്ളം, ഈ ലങ്സിനകത്തുമുള്ള വെള്ളം ENaC ചാനൽസ് വഴി അബ്സോർബ്ഡ് ആവും ടു ദ ലങ്സ് ലിംഫാറ്റിക് സിസ്റ്റം. ഈ വെള്ളം ഈ ഫ്ലൂയിഡ് ആണ് അബ്സോർബ് ആവും. അപ്പോൾ ലങ്സ് പിന്നെ ക്ലിയർ ആയി. ഓക്കെ, ആൻഡ് നൗ ദ ബേബി ക്യാൻ ബ്രീത്ത് വെൽ. Now, and that's how ഒരു സാധാ ഒരു നോർമൽ വജൈനൽ ഡെലിവറി നടക്കുന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ബ്രീത്തിങ് ട്രബിൾ ഒന്നും ഉണ്ടാവില്ല. നമ്മളൊന്ന് ബാക്ക് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ബേബി സ്റ്റാർട്ട്സ് ക്രൈങ്, ബ്രീത്തിങ്. പക്ഷേ സി സെക്ഷൻ ചെയ്യുന്ന കുട്ടികൾ എന്താണ്? സി സെക്ഷൻ ചെയ്യുന്ന കുട്ടികളിൽ ആ വജൈനൽ പ്രഷറില്ലേ, വജൈനൽ പ്രഷറിൽ കൂടെ ആ കുട്ടി കടന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ബോഡിയിൽ കാറ്റക്കോളമൈൻസിന്റെ ലെവല് സ്പൈക്ക് ആവത്തില്ല. നമ്മൾ സി സെക്ഷനിൽ കുഞ്ഞിനെ എടുക്കുകയാണ്. വേറെ നോർമൽ വജൈനൽ ഡെലിവറി ഞാൻ പറഞ്ഞ വജൈനൽ കനാലിൽ കൂടെ കുഞ്ഞ് ഇറങ്ങുമ്പോൾ ആ ഒരു പ്രഷർ കാരണം നമ്മുടെ ബോഡിയിൽ ആ കുഞ്ഞിന്റെ ബോഡി കാറ്റക്കോളമൈൻസ് സ്പൈക്ക് ആവുന്നു, ENaC ചാനൽസ് ആക്ടിവേറ്റഡ് ആവുന്നു. ബോഡിയിൽ ഇങ്ങനത്തെ എക്സ്ട്രാ ഫ്ലൂയിഡ് ഒക്കെ ബോഡി തന്നെ ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് വലിച്ചെടുക്കുന്നു. പക്ഷേ സി സെക്ഷൻ ചെയ്യുന്ന കുട്ടികളിൽ ഈ ഒരു പ്രഷർ ഇല്ല, വജൈനൽ കനാലിന്റെ പ്രഷർ ഇല്ല. അപ്പോൾ കാറ്റക്കോളമൈൻസിന്റെ സ്പൈക്ക് വരുന്നില്ല, ENaC ചാനൽസ് ആക്ടിവേറ്റഡ് ആവില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയോ? ഈ ഫ്ലൂയിഡ് അറൌണ്ട് ദ ലങ്സ്, ഓക്കെ, ആൻഡ് വിത്തിൻ ദ ലങ്സ് അത് അവിടെ തന്നെ നിൽക്കും. ഓക്കെ, ആൻഡ് ദിസ് കോസസ് റെസ്പിറേറ്ററി ഡിസ്ട്രെസ്. ഈ ഫ്ലൂയിഡ് എവിടെയാണെന്ന് അറിയൂടാ? ഈ ഫ്ലൂയിഡ് മോസ്റ്റ്ലി നമ്മൾ ഈ ലങ്സിന്റെ ഫിഷേഴ്സ് ഇല്ലേ, ഈ ഫിഷേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായ ആ ഒരു ഡിപ്രഷൻ, ഈ ഭാഗം, ഇതാണ് ഫിഷേഴ്സ് എന്ന് പറയുന്നത്, റൈറ്റ്? അവിടെ ഫ്ലൂയിഡ് ഇങ്ങനെ കെട്ടിക്കിടക്കും ഇങ്ങനത്തെ കുട്ടികളുടെ. അപ്പോൾ ദിസ് കോസസ് റെസ്പിറേറ്ററി ഡിസ്ട്രെസ്. നമ്മുടെ ലങ്സിനകത്ത് ഫിഷേഴ്സിലാണെങ്കിലും ലങ്സിനകത്താണെങ്കിലും ഫ്ലൂയിഡ് കെട്ടിക്കിടക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ബ്രീത്തിങ് ട്രബിൾ ഉണ്ടാവും. സോ ഇതാണ് സി സെക്ഷൻ ചെയ്ത്, പ്രത്യേകിച്ച് സി സെക്ഷൻ ചെയ്ത് വരുന്ന കുട്ടികൾക്ക് ഈ ട്രാൻസിയന്റ് ടാക്കിപ്നിയ ഓഫ് ദ ന്യൂ ബോൺ എന്ന് പറയുന്ന ഒരു റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ ഫൈൻഡിങ് എന്താണോ? there is fluid that gets collected in the interlobar fissures. ഈ ഫിഷേഴ്സിന്റെ ഇടയ്ക്ക് ഫ്ലൂയിഡ് will get collected. Okay, and അതുകൊണ്ടാണ് ഇതിന്റെ പേര് ട്രാൻസിയന്റ് ടാക്കിപ്നിയ ഓഫ് ദ ന്യൂ ബോൺ. ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം മാത്രമേ ഈ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. ഈ ഫ്ലൂയിഡ് പെട്ടെന്ന് തന്നെ ലങ്സ് അബ്സോർബ് ചെയ്യും, പിന്നെ ആ ഒരു റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ഉണ്ടാവില്ല. അപ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ there's going to be tachypnea in the baby. കുഞ്ഞ് കുറച്ചും കൂടെ കൂടുതൽ ശ്വാസം എടുക്കാൻ നോക്കും, കാരണം ഓക്സിജൻ കിട്ടുന്നില്ലല്ലോ. So that's called tachypnea, right? So that's why the name transient, കുറച്ചു നേരം മാത്രം ലാസ്റ്റ് ചെയ്യുന്ന tachypnea of the newborn. അതുകൊണ്ടാണ് ഈ പേര് വന്നത്. See guys, അപ്പോൾ ഇവിടുത്തെ എക്സ്റേ ഫൈൻഡിങ് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് തിങ്, പ്രോമിനന്റ് ഇന്റർലോബാർ ഫിഷേഴ്സ്. ഈ ലോബ്സിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ ഒരു ലൈൻ, ഈ വൈറ്റ് ലൈൻ കാണുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് വെരി ക്ലിയർ. അപ്പോൾ അത് ലോബാണ്. നമ്മുടെ ലങ്സ് ഒരു ഒറ്റ ഓർഗൻ അല്ല. എന്ന് വെച്ചാൽ ഇപ്പം when I am drawing റൈറ്റ് ലങ്സിൽ എത്ര ലോബ്സ് ഉണ്ടല്ലോ? റൈറ്റ് ലങ്സിൽ നമുക്ക് 3 ലോബ് ഉണ്ട്. അപ്പർ ലോബ്, മിഡിൽ ലോബ്, ലോവർ ലോബ്, റൈറ്റ് ലങ്സിൽ. ഓക്കെ, ആൻഡ് ലെഫ്റ്റ് ലങ്സിൽ നമുക്ക് 2 ലോബ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫുൾ ലങ്സ് നിങ്ങൾ
നോക്കുകയാണെങ്കിൽ ഒരു മൊത്തത്തിൽ അത് ഒരു ഓർഗൻ അല്ല. സോ ഇറ്റ്സ് ലൈക്ക് സ്റ്റാക്ട്. അപ്പോൾ അപ്പർ ലോബ് ഉണ്ട്, അത് കഴിഞ്ഞ് ചെറിയൊരു സ്പേസ്, പിന്നെ ഒരു മിഡിൽ ലോബ് ഉണ്ട്, പിന്നെ ഒരു ലോവർ ലോബ് ഉണ്ട്. അതാണ് നമ്മുടെ റൈറ്റ് ലം. ലെഫ്റ്റ് ലംബിൽ നമുക്കൊരു അപ്പർ ലോബ് ഉണ്ട്, താഴെ ഒരു ലോവർ ലോബ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിനെയാണ് നമ്മൾ ഫിഷേഴ്സ് എന്ന് പറയുക. ഈ ലോബ്സിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിനെയാണ് ഫിഷേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഫിഷേഴ്സിൽ വെള്ളം കെട്ടിക്കിടക്കാം, ഫ്ലൂയിഡ് കെട്ടിക്കിടക്കാം. അപ്പോൾ അങ്ങനെ കെട്ടിക്കിടക്കുന്നതാണ് നിങ്ങളുടെ ഈ ഒരു, ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ്സ് വെരി വിസിബിൾ, ഒരു വൈറ്റ് ഏരിയ. സാധാരണ ലങ്സിൽ നമ്മളങ്ങനെ വെള്ളം ഫ്ലൂയിഡ് കണ്ടാൽ വൈറ്റ് ആയിട്ടാണ് കാണുക, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഈ ഒരു വൈറ്റ് ലൈൻ കാണുന്നുണ്ടോ? ആൻഡ് ഹിയർ ഓൾസോ ദർ ഇസ് വൺ വൈറ്റ് ലൈൻ. ദാറ്റ് ബേസിക്കലി ആ ഫ്ലൂയിഡ് ആണത്. ആ ഫിഷേഴ്സിനകത്ത് ഫ്ലൂയിഡ് ആണ് കാണിക്കുന്നത്. അങ്ങനെ ലങ്സിനകത്ത് ഫ്ലൂയിഡ് കാണാൻ പാടില്ല. ഫിഷേഴ്സ് ഒക്കെ വളരെ ക്ലിയർ ആയിരിക്കണം. പക്ഷെ ഇങ്ങനത്തെ കുട്ടികളിൽ ഫ്ലൂയിഡ് അബ്സോർബ് ആവാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു ഇന്റർലോബാർ ഫിഷേഴ്സിൽ വളരെ പ്രോമിനന്റ് ആയിട്ടൊരു വൈറ്റ് ലൈൻ കാണാം. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ഫൈൻഡിങ്. പിന്നെ ചെസ്റ്റ് എക്സ്റേയിൽ ഒരു സ്റ്റാർ ബേസ്റ്റ് അപ്പിയറൻസും കൂടെ കാണാം. അത് ആ ക്വസ്റ്റ്യനിൽ തരും. സ്റ്റാർ ബേസ്റ്റ് അപ്പിയറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. ആ ലങ്സിന്റെ നടുക്ക് നമ്മുടെ സെൻട്രൽ വാസ്കുലർ മാർക്കിങ്സ് ഒക്കെ വളരെ വൃത്തിയായിട്ട് കാണാൻ പറ്റും, കുറച്ചും കൂടെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് വൈ ദ നെയിം സ്റ്റാർ ബേസ്റ്റ് അപ്പിയറൻസ്. ഓക്കെ, fine. So that's about transient tachypnea of the newborn. Moving on, the treatment is, see, transient tachypnea ക്ക് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒബ്വിയസ്ലി ഓക്സിജൻ കൊടുക്കുക, സ്പോണ്ടേനിയസ് റെസൊല്യൂഷൻ ആണ്. ആ സ്വന്തമായിട്ട് അങ്ങ് മാറിക്കളയും. ബിക്കോസ് അതൊരു അസുഖമല്ല, ജസ്റ്റ് ആ വജൈനൽ കനാലിൽ കൂടെ കുഞ്ഞ് വരാത്തതിന്റെ കാരണത്താൽ ഉണ്ടാകുന്ന ചെറിയൊരു ട്രാൻസിയന്റ് പ്രോബ്ലം ആണ്. ആൻഡ് ഇറ്റ് വിൽ ഗോ ഇൻ 3 days. അടുത്തത് സി ഐ തിങ്ക് ദിസ് ഗോൺ ബി എ ലിറ്റിൽ ലെങ്തി ക്ലാസ്. നിങ്ങളൊരു 20 minutes കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് പഠിക്കുക. ഡോണ്ട് സിറ്റ് ഫോർ മോർ ദാൻ ഹാഫ് ആൻ അവർ. ദാറ്റ്സ് മൈ പീസ് ഓഫ് അഡ്വൈസ്. എനിക്കായാലും ഒരു ഹാഫ് ആൻ അവറിൽ കൂടുതലിരുന്ന് വായിക്കുന്നത് ഇഷ്ടമില്ല. ഐ ഓൾവേസ് ടേക്ക് ലൈക്ക് ബ്രേക്സ്. ദാറ്റ് റിഫ്രഷസ് ദ മൈൻഡ്. ഓക്കെ, തിങ് ഇസ്, ഞാൻ ഓഫ് സ്റ്റുഡിയോയിൽ ഇത് ചെയ്യുമ്പോൾ എനിക്ക് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ എനിക്ക് എഡിറ്റിംഗ് സംഭവമാണ്. സോ ഐ ജസ്റ്റ് ടേക്ക് ഇറ്റ് ഇൻ വൺ ഗോ. നിങ്ങൾ ബ്രേക്ക് എടുത്ത് കേട്ടാൽ കേട്ടോ. അപ്പോൾ അടുത്തത് കോൺജനൈറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയ. ഇവിടെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ വാട്ട് ഇസ് ഡയഫ്രം? ഡയഫ്രം എന്താണോ? ഇവിടെ നിങ്ങൾ ഈ വാവനെ കണ്ടോ? വാവനെ കണ്ടു. ഓക്കെ, നമ്മുടെ ചെസ്റ്റ് ഓർഗൻസിനെയും അബ്ഡോമിനൽ ഓർഗൻസിനെയും വേർതിരിക്കുന്ന ഒരു ലെയർ ആണ് ഡയഫ്രം. ഓൾറൈറ്റ്, ഒരു കുഞ്ഞുവാവ, നിങ്ങൾ ഇത് നോക്കണ്ട, ഒരു കുഞ്ഞുവാവയെ കണ്ടല്ലോ, ഈ ചെസ്റ്റ് ഏരിയയും അബ്ഡോമിനൽ ഏരിയന്റെ നടുക്ക് ഒരു ഷീറ്റ് പോലെ, ഓക്കെ, ഒരു ഷീറ്റ് പോലെ ഒരു സംഭവം ഉണ്ട്, വിച്ച് സെപ്പറേറ്റ്സ് ദി ചെസ്റ്റ് കണ്ടൻസ് ഫ്രം ദി അബ്ഡോമൻ. അപ്പോൾ ആ ഒരു ലെയറിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുക. റൈറ്റ്, സീ ദിസ് പിക്ചർ. ഇതാണ്, ഓക്കെ, സീ ദിസ് പിക്ചർ ഹിയർ ഗൈസ്. ഇതാണ്, ഓക്കെ, യു സോ ദിസ്, റൈറ്റ്? ലങ്സ് കണ്ടു. ആ ലങ്സിന്റെ താഴെ ഒരു ഷീറ്റ് പോലെ ഒരു സംഭവം കണ്ടത്, ഇത് റൈറ്റ്, ഇങ്ങനെ ഒരു കൊട പോലെ ഒരു സംഭവം, അതാണ് ഡയഫ്രം. സോ ഈ ഡയഫ്രമിന്റെ മണ്ടയിൽ നമ്മുടെ ചെസ്റ്റ് കണ്ടൻസും ഈ ഡയഫ്രമിന്റെ താഴെ നമ്മുടെ അബ്ഡോമിനൽ കണ്ടൻസുമാണ്. സോ ഇത് ഞാനിപ്പം ഇവിടെ നിന്ന് താഴെ നിന്ന് നോക്കുവാണെങ്കിൽ ഹൗ ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്? സോ നമ്മൾ താഴെ നിന്ന് ഇപ്പം ഞാൻ കാണിച്ചില്ലേ, താഴെ നോക്കുവാണെങ്കിൽ ഇതാണ് ഡയഫ്രം. ഈ ഡയഫ്രമിനകത്ത് നമുക്ക് നോർമലായിട്ട് ഓപ്പണിങ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഈസോഫേഗസ് താഴോട്ട്, ഇവിടുന്ന് obviously from the chest it has to go to the abdomen, അല്ലേ, സ്റ്റൊമക്കിലേക്ക്. അപ്പോൾ അങ്ങനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസോഫേഗസിന് വേണ്ടി ഒരു ഓപ്പണിംഗ് ഉണ്ട്, അയോർട്ടയ്ക്ക് വേണ്ടി ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇതൊക്കെ നോർമൽ ഓപ്പണിങ്സ് എന്ന ഡയഫ്രം ആണ്. പക്ഷെ ചില സമയത്ത് ഡയഫ്രമിൽ അബ്നോർമൽ ഡിഫക്ട്സ് വരാം, എന്ന് വെച്ചാൽ അബ്നോർമൽ ഓപ്പണിങ്സ് വരാം. അപ്പോൾ ഈ ഡയഫ്രമിനകത്ത് അബ്നോർമൽ ഓപ്പണിങ്സ് യൂഷ്വലി നമ്മൾ കുഞ്ഞു കുട്ടികളാണ് കാണുക. അപ്പോൾ അതിനാണ് ഈ ഓപ്പണിംഗ് കാരണം എന്ത് സംഭവിക്കുന്നത്, ഈ ഡയഫ്രമിനകത്തുള്ള ഓപ്പണിംഗ് കാരണം അബ്ഡോമിനിലെ കണ്ടൻസ് എന്ത് ചെസ്റ്റിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് പോവാം. ഓക്കെ, സോ അങ്ങനെ പ്രൊട്രൂഷനാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുക. Okay, so a defect in diaphragm, if there is a defect in the diaphragm, the abdominal contents can herniate into the chest cavity. അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കുഞ്ഞു വാവയ്ക്ക് ഡയഫ്രത്തിനകത്ത് ഒരു അബ്നോർമൽ ഓപ്പണിംഗ് വന്നു. സോ ഓപ്പണിംഗ് വഴി ഈ അബ്ഡോമിനൽ കണ്ടൻസ് എന്ത് പറ്റുന്നു, ചെസ്റ്റ് ഏരിയയിലേക്ക് പ്രൊട്രൂഡ് ചെയ്യുന്നു. ഓക്കെ, നൗ we'll come back to that. അപ്പോൾ അങ്ങനെ ഉള്ളത് കാരണം അപ്പോൾ വയറിനകത്ത് എന്താ, വയറിലെ കണ്ടൻസ് എല്ലാം ചെസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ വയറിൽ എന്തെങ്കിലും ഉണ്ടാവും? ഇല്ല. അപ്പോൾ വയർ ഇങ്ങനത്തെ കുട്ടികൾ നോക്കുമ്പോൾ ഒരു സ്കാഫോയിഡ് അബ്ഡമൻ ആണ് കാണുക. സ്കാഫോയിഡ് അബ്ഡമന്റെ അർത്ഥം എന്താണ്?
Scaphoid abdomen means ഒരു ഡിപ്രഷൻ, ബോട്ട് ലൈക്ക് എന്നാണ് അർത്ഥം, ഒരു ഡിപ്രഷൻ. സി ഈ കുഞ്ഞുവാവയെ നോക്കിയേ, ഈ കുഞ്ഞുവാവയുടെ വയറ് വളരെ താന്നാണ് ഇരിക്കുന്നത്. കാരണം വയറിനകത്തുള്ള കണ്ടൻസ് എല്ലാം എവിടെ പോയിരിക്കുന്നു? ഈ കുഞ്ഞുവാവയുടെ ചെസ്റ്റ് ഏരിയയിലേക്ക് പോയിരിക്കുന്നു. ബിക്കോസ് ഓഫ് എ ഡിഫക്റ്റ് ഇൻ ദ ഡയഫ്രം. ആ ഡയഫ്രമിനകത്ത് ഒരു ഹോൾ, ഒരു അബ്നോർമൽ ഓപ്പണിംഗ് ഉള്ളത് കാരണം അബ്ഡോമിനൽ കണ്ടൻസ് എല്ലാം ചെസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. അതാണ് വയറിങ്ങനെ താന്ന് കിടക്കുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്കാഫോയിഡ് അബ്ഡോമൻ എന്ന് പറയുക. എന്താണ് സ്കാഫോയിഡ് അബ്ഡോമൻ? അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഈ ഒരു ഡിഫക്റ്റ് കാരണം കുഞ്ഞിന്റെ ഇന്റസ്റ്റൈൻസ് എല്ലാം ചെസ്റ്റ് ഏരിയയിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ ഇത് യൂഷ്വലി കോൺജനൈറ്റൽ ആയിട്ട് കാണുന്ന ഒരു അബ്നോർമാലിറ്റി ആണ്. സർജറി വേണം. ഇനിയും ഈ ഒരു ഓപ്പണിംഗ് രണ്ട് തരത്തിലുണ്ടാവാം. ഓക്കെ, ഈ കോൺജനൈറ്റൽ ഡയഫ്രാമിന്റെ അബ്നോർമൽ ഓപ്പണിംഗ് രണ്ട് ഏരിയാസിൽ ഉണ്ടാവാം. അപ്പോൾ ആ എവിടെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് രണ്ട് പേരുണ്ട് അതിന്. അപ്പോൾ one is called as Bogdolic hernia, the other one is called as Morgagni hernia. രണ്ടും സിമ്പിൾ ആണ്. അപ്പോൾ ഡിപ്പെൻഡിങ് upon the defects in the diaphragm there are two types of defects. ഒന്ന് Bogdolic hernia ഉണ്ടാവും, മറ്റേത് Morgagni hernia ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഞാനിത് ഡയഫ്രാം ആണ് കേട്ടോ, ഡയഫ്രാം ആണ്. ഒരാളുടെ ഫുട്ട് എൻറ്റി വന്നിട്ട് ഞാൻ അയാളുടെ ഡയഫ്രാം നോക്കുകയാണ്. അപ്പോൾ if the abnormal opening ഇത് അയാളുടെ ആന്റീരിയർ സൈഡ് ആണെന്ന് അറിയാലോ നിങ്ങൾക്ക് അല്ലേ? ഇത് അയാളുടെ ആന്റീരിയർ സൈഡ് ആണ്, ചെസ്റ്റ് ഏരിയ ആണ് ഇത്, ഈ ഭാഗം. ഇത് സ്പൈൻ കാണുന്ന നിങ്ങൾക്ക് അറിയാം, അയാളുടെ പോസ്റ്റീരിയർ സൈഡ് ആണ്. ഓക്കെ, ഞാൻ അയാളുടെ ഫുട്ട് എൻറ്റി വന്ന് നോക്കുകയാണ്. ഫുട്ട് എൻറ്റി അയാളുടെ കാലിന്റെ ഭാഗത്ത് വന്നിട്ട് ഞാൻ അയാളെ ഞാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എ ഡയഫ്രം ദാറ്റ് ഐ സീ. ഓക്കെ, ഈ ഡയഫ്രമിൽ രണ്ട് ഡിഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്ന്, if the defect is on the posterior side, ഇതാണല്ലോ posterior side ഈ വർഷം. Okay, if the defect is on the posterior side, right, and if the defect is towards the left side, the patient ഒരാളിങ്ങനെ കിടക്കുമ്പോൾ obviously I don't know if you get the orientation. Okay, this is his left side, this is his right side, and yeah, so if the defect is in the posterior left side of the diaphragm, then such a defect can lead to Bogdolic hernia. ആ ഒരു ഡയഫ്രമാറ്റിക് ഓപ്പണിംഗ്, അബ്നോർമൽ ഓപ്പണിംഗ് ഡയഫ്രമിന്റെ പോസ്റ്റീരിയർ വശത്തും ലെഫ്റ്റ് സൈഡിലും ആണെങ്കിൽ then it is called as what? Bogdolic hernia. Okay, നിങ്ങൾ എങ്ങനെ ഓർത്തിരിക്കണം അറിയോ? Remember BPL. Bogdolic hernia എവിടെയാണ്? ഡയഫ്രമിന്റെ പോസ്റ്റീരിയർ സൈഡിലാണ്, ഡയഫ്രമിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡിഫക്റ്റ് ആണ്. ഈ ഡിഫക്റ്റ് കാരണമാണ് Bogdolic hernia ഉണ്ടാവുന്നത്. Okay, now if the defect in the diaphragm, okay, is anteriorly and towards the right, just the opposite. Okay, ഡയഫ്രമിന്റെ ആന്റീരിയർ വശത്ത്, ഓക്കെ, ആൻഡ് ഇഫ് ടുവേർഡ്സ് ദ റൈറ്റ്, ആ പേഷ്യന്റ് റൈറ്റ് സൈഡിലും ആണെങ്കിൽ അവിടെ ആ ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് മോർഗാനി ഡിഫക്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഏരിയയിൽ കൂടെ അബ്ഡോമിനൽ കണ്ടൻസ് ചെസ്റ്റിലേക്ക് പ്രൊട്രൂഡ് ചെയ്യാം, ആൻഡ് ദാറ്റ്സ് കോൾഡ് ആസ് മോർഗാനി ഹെർണിയ. യൂഷ്വലി അവർ ചോദിക്കുന്നത് ബോഗ്ഡാലിക് ഹെർണിയാണ്. അത് എവിടെയാണ് കാണുന്നത്? ഡയഫ്രമിലും ചോദിക്കും. ഡയഫ്രമിന്റെ പോസ്റ്റീരിയർ സൈഡിലാണ് കാണുന്നത്, and it's towards the left side. BPL, Bogdolic hernia എവിടെയാണ്? in the diaphragm's posterior side towards the left hand side. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ അബ്ഡോമിനൽ കണ്ടൻസ് ലങ്സിന്റെ ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ലങ്സിന് ശരിക്കും വികസിക്കാൻ പറ്റില്ല, അവർക്ക് ശരിക്കും ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം അബ്ഡോമിനൽ കണ്ടൻസിൽ അവിടെ ചെന്നിരിക്കുകയല്ലേ, അപ്പോൾ അവർക്ക് ലങ്സ് വികസിക്കാൻ പറ്റില്ല. അപ്പോൾ ദിസ് ലീഡ്സ് ടു എ കണ്ടീഷൻ കോൾഡ് ആസ് പൾമണറി ഹൈപ്പോപ്ലേസിയ. ഹൈപ്പോപ്ലേസിയന്റെ അർത്ഥം എന്താ? ഹൈപ്പോപ്ലേസ് എന്ന് വെച്ചാൽ വളർച്ച കുറവ്, ഹൈപ്പർപ്ലേസിയ എന്ന് വെച്ചാൽ വളർച്ച കൂടുതൽ. യൂട്രസിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ അത് അറിയേണ്ടതാണ് പാത്തോളജിയിൽ, അപ്പോൾ പഠിപ്പിക്കും. അപ്പോൾ പൾമണറി ഹൈപ്പോപ്ലേസിയ എന്ന് വെച്ചാൽ ലങ്സിന് ശരിക്കും വികസിക്കാൻ പറ്റുന്നില്ല, ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ കുട്ടികളിൽ, ബിക്കോസ് അതിന്റെ സ്ഥലം കൂടെ അബ്ഡോമിനൽ കണ്ടൻസ് എടുത്തേക്കാണ്. അപ്പോൾ പൾമണറി ഹൈപ്പോപ്ലേസിയ ആണ് ഇവിടെ ദ കോസ് ഓഫ് ഡെത്ത്. ഇങ്ങനത്തെ കുട്ടികൾ എന്താണ് മരിക്കുന്നതിന്റെ കാരണം ചോദിച്ചാൽ ദാറ്റ് ഇസ് ബിക്കോസ് ദ ലങ്സ് കനോട്ട് ഡെവലപ്പ് വെൽ ഇൻ ദിസ് ചിൽഡ്രൻ, പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ. And that is a condition called as pulmonary hypoplasia. Understood? Okay. അപ്പോൾ ഈ പോളിഹൈഡ്രാമിയോസ് ഉള്ള അമ്മമാരിൽ ഇങ്ങനത്തെ ഉണ്ടാകുന്ന കുട്ടികളിൽ ഇങ്ങനത്തെ അസുഖം കാണാറുണ്ട്. പോളിഹൈഡ്രാമിയോസ് എന്താണെന്ന് കമന്റ് സെക്ഷൻ ഇരുന്നു കേട്ടോ. OBG പഠിപ്പിക്കുമ്പോൾ അതെല്ലാം പറഞ്ഞുതരാം. ബേസിക്കലി അമ്നോട്ടിക് ഫ്ലൂയിഡ് വളരെ അമിതമാവുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മൾ പോളിഹൈഡ്രാമിയോസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺജനൈറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയയിൽ വാട്ട് ഈസ് ദ ട്രീറ്റ്മെന്റ്? ഇപ്പോൾ ഈ കുട്ടിക്ക് ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ?
അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ കുഞ്ഞിനെ ഇൻറ്റ്യൂബേറ്റ് ചെയ്യുക. ഇൻറ്റ്യൂബേറ്റ് ചെയ്തിട്ട് ഓക്സിജൻ സപ്ലൈ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് യു ഇൻറ്റ്യൂബേറ്റ് ദ ചൈൽഡ്. 2, നേസോഗാസ്ട്രിക് ട്യൂബ് ഇടുക. നേസോഗാസ്ട്രിക് ട്യൂബ് ഇടുക. എന്തിനാണ് ഈ നേസോഗാസ്ട്രിക് ട്യൂബ് നമ്മൾ കോൺജനൈറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയയിൽ ഇടുന്നത്? ദാറ്റ് ഈസ് ഫോർ ഡീകംപ്രസിങ് ദി അബ്ഡോമിനൽ കണ്ടൻസ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഇപ്പോൾ എടാ ഇവിടെ നോക്കിക്കേ, ആദ്യമേ ഞാൻ കുഞ്ഞിനെ ഇൻറ്റ്യൂബേറ്റ് ചെയ്യുക. കാരണം കുഞ്ഞിനെ ആദ്യമേ ഡെഫിനറ്റ്ലി ഓക്സിജൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എന്ത് വേണമെങ്കിൽ സർജറി വരെ ചെയ്യാൻ പാടുള്ളൂ. സോ ഫസ്റ്റ് ഇൻറ്റ്യൂബേറ്റ് ദ ചൈൽഡ്. 2, നമ്മൾ എന്ത് ചെയ്യുന്നു? നേസോഗാസ്ട്രിക് ട്യൂബ് ഇടുന്നു കുട്ടിക്ക്. എന്തിനാണ് ഈ നേസോഗാസ്ട്രിക് ട്യൂബ് ഇടുക? That is because to answer is to decompress the abdominal contents, abdominal viscera. എന്നുവെച്ചാൽ ഈ കുഞ്ഞ് എന്തെങ്കിലും ഇപ്പോൾ പാല് കുടിച്ചെന്ന് വെച്ചു. ഓക്കെ, അമ്മ അറിയാതെ പാല് കൊടുത്തു. കുട്ടിക്ക് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ട്, അമ്മ അറിയാതെ പാല് കൊടുത്തു. കൊടുക്കുമ്പോൾ എന്ത് പറ്റും? ഈ പാല് സ്റ്റൊമക്കിലേക്ക് ചെല്ലുന്നു, ഇൻഡസ്റ്റൈനിലേക്ക് ചെല്ലുന്നു, അതല്ല പിന്നെ കുറച്ചും കൂടെ സ്വോളൻ ആവും ആഹാരം ചെല്ലുമ്പോൾ. അപ്പം അങ്ങനെ കുറച്ച് വലുതായ ഒന്നാമതേ ഇത് ലങ്സിന് സ്ഥലം കൊടുക്കുന്നില്ല. ഇപ്പം ആഹാരം കൂടെ ചെന്നിട്ട് ഈ ഇൻഡസ്റ്റൈൻസ് എല്ലാം കൂടെ വലുതായാൽ പിന്നെയും അത് ലങ്സിനെ കംപ്രസ് ചെയ്യാണ്, ആ ചെസ്റ്റിൻ്റെ ഏരിയ എടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് കൂടാം. ഓക്കെ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ നേസോഗാസ്ട്രിക് ട്യൂബ് ഇട്ടാൽ എന്താ ഈ വിസറേനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഈ ട്യൂബ് സമ്മതിക്കത്തില്ല. ഇഫ് ദർ ഇസ് എനിത്തിങ്, ഇപ്പം എന്തെങ്കിലും ഫ്ലൂഡ് നമ്മൾ അറിയാതെ അമ്മ വല്ല പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫ്ലൂഡ് നേസോഗാസ്ട്രിക് ട്യൂബിൽ കൂടെ പുറത്തേക്ക് വരും. റൈറ്റ്, ആൻഡ് ഓൾസോ എയർ ആണെങ്കിൽ ഇപ്പോൾ കുഞ്ഞ് ശ്വാസം വിടുമ്പോഴാണെങ്കിൽ ലിറ്റിൽ ബിറ്റ് ഓഫ് എയർ എന്താ വിസറയിലേക്കും പോകും, അല്ലേ, നമ്മുടെ സ്റ്റൊമക്കിലേക്കൊക്കെ പോകും. അപ്പോൾ ഈ എയർ തന്നെ സ്റ്റൊമക്കിലേക്ക് ചെന്നാലും എന്താണ്, വിസറ എൻലാർജ്ഡ് ആവും, ലങ്സിന് പിന്നെയും കംപ്രഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഡീകംപ്രസ് ചെയ്യാനായിട്ടാണ് നമ്മൾ MG ട്യൂബ് ഇടുക. ഓക്കെ ഓക്കെ അടുത്തത് നമുക്ക് പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. നമ്മൾ ഒരിക്കലും കോൺജനൈറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയ ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്? കുഞ്ഞിന് ഓക്സിജൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷൻ കുഞ്ഞിന് ചെയ്യോ? കോൺജനൈറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയയിൽ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ യു ടെൽ മി ദി ആൻസർ. വൈ ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷൻ? എൻ്റെ കണ്ണിൽ എന്തോ പൊടി വീണു കുറേ നേരായിട്ട്. സോ why is bag and mask ventilation contraindicated in congenital diaphragmatic hernia? എന്തുകൊണ്ടാണ്? നമ്മൾ ഒരിക്കലും ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷൻ അറിയാം. കുഞ്ഞിനെ നമ്മൾ ന്യൂനേറ്റൽ റെസിസ്റ്റേഷനിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞിന് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉള്ള സമയത്ത് നമ്മൾ കുഞ്ഞിൻ്റെ മൂക്കിലേക്ക് ആ മാസ്ക് വെച്ചിട്ട് മറ്റേ ആംബു ബാഗ് പ്രസ് ചെയ്യാം. ഓക്കെ ഓക്കെ അതാണ് ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷൻ. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഒരിക്കലും കോൺജനൈറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയയിൽ കൊടുക്കരുത്. ഉള്ളി ഇൻറ്റ്യൂബേഷൻ വഴി മാത്രമാണ് ഓക്സിജൻ കൊടുക്കുക. എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? കാരണം നമ്മൾ ഈ മാസ്ക് കുഞ്ഞിന് വെക്കുമ്പോൾ ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷനിൽ കുഞ്ഞിയുടെ മൂക്കും വായും കവർ ചെയ്തിട്ടാണ് മാസ്ക് വെക്കുക, അല്ലേ? നമ്മൾ എയർ സപ്ലൈ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി എയർ ലങ്സിലേക്ക് പോകുന്നു, ഓക്കെ, പക്ഷേ വായിക്കൂടെ ആ എയർ പോകുന്നുണ്ട്. ഈ വായിക്കൂടെ പോകുന്ന എയർ അറ്റ് ദി എൻഡ് എവിടെയാണ് എത്തുക? ഈ വായിക്കൂടെ പോകുന്ന എയർ നമ്മുടെ അബ്ഡോമിനൽ കണ്ടൻസിലേക്കാണ് എത്തുക. അപ്പോൾ അബ്ഡോമിനൽ കണ്ടൻസ് എന്ത് ചെയ്യും? എയർ ചെല്ലുമ്പോഴത്തേക്കും പിന്നെയും ഡിസ്റ്റൻ്റ് ആവും. അങ്ങനെ ഡിസ്റ്റൻ്റ് ആയാൽ ഒന്നാമത് ഈ ലങ്സ് ഇവിടെ വളരെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ അബ്ഡോമിനൽ കണ്ടൻസ് നിങ്ങൾ എയർ വെച്ചും കൂടെ ഡിസ്റ്റൻറ്റ് ചെയ്താൽ ലങ്സിന് ഒട്ടും സ്ഥലം കിട്ടില്ല, പിന്നെയും റെസ്പിറേറ്ററി ഡിസ്ട്രസ് കൂടാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷൻ കോൺട്രാഇൻഡിക്കേറ്റഡ് കോൺജനൈറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയ. ഓക്കെ, ഇനി അടുത്തത് ബ്രോങ്കോ പൾമനറി ഡിസ്പ്ലേസിയ. എന്താ സംഭവം? ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു കുഞ്ഞുവാവയ്ക്ക് എന്തെങ്കിലും ഒരു ക്രോണിക് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉള്ള സമയത്ത് ഓബ്വിയസ്ലി കുഞ്ഞിന് ഓക്സിജൻ നമ്മൾ കൊടുക്കും, അല്ലേ? അപ്പോൾ ഈ ഓക്സിജൻ കൊടുക്കുന്ന സമയത്ത് ഓക്സിജൻ എന്താണ്? ഓക്സിജൻ ഒരു ഗ്യാസാണ്. ഗ്യാസ് നമ്മുടെ ആൽവിയോലയിൽ ചെന്ന് ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഈ ഗ്യാസിൻ്റെ പ്രഷർ കാരണം ഈ ആൽവിയോലൈ വാൾസ് ഡാമേജ്ഡ് ആവാം. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രഷർ കാരണം നമ്മുടെ സെൽസ് ഡാമേജ് ആവുകയാണെങ്കിൽ അതിനെ ബാരോട്രോമ എന്ന് പറയും. എന്ത് പറയും? ബാരോട്രോമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ഗ്യാസിൻ്റെ പ്രഷർ കാരണം നമ്മുടെ സെൽസ് ഡാമേജ്ഡ് ആവുകയാണെങ്കിൽ അതിനെ ബാരോട്രോമ എന്ന് പറയും. സിമിലർലി ഇപ്പോൾ ലോങ് ടേം ഇൻക്യൂബേഷൻ ഓക്സിജൻ സപ്ലൈ വേണ്ട പിള്ളേരുണ്ട് ചില റെസ്പിറേറ്ററി കണ്ടീഷൻസിൽ. അപ്പോൾ അങ്ങനെ ന്യൂ ബോൺസിന് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ കുറേ നാളാകുമ്പോഴത്തേക്കും ഈ ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഓക്സിജൻ ഓക്കെ എന്തായാലും അത് എയർ ആണ്. ഓക്കെ, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഓക്സിജൻ്റെ പ്രഷർ കാരണം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടല്ലേ കൊടുക്കുന്നത്. ഈ പ്രഷർ കാരണം ആൽവിയോലർ വാൾസ് ആൽവിയോലർ സെൽസ് ഡാമേജ്ഡ് ആവാം. ഓക്കെ, അപ്പോൾ ബാരോട്രോമ കാരണം ഈ ആൽവിയോലർ സെൽസ് ഡാമേജ്ഡ് ആവാം. ബാരോട്രോമ എന്ന് വെച്ചാൽ ഓക്സിജൻ കാരണം ഉണ്ടാകുന്ന ട്രോമ. ഓക്സിജൻ ബാരോ എന്ന് വെച്ചാൽ ഈ പ്രഷർ കാരണം ഉണ്ടാകുന്ന ട്രോമ. ഓക്കെ, അപ്പോൾ അങ്ങനെ സെൽസ് ആൽവിയോലർ സെൽസ് ഡാമേജ് ആയാൽ പിന്നെയും അത് കുട്ടിയുടെ റെസ്പിറേറ്ററി ഡിസ്ട്രസ് കൂട്ടിയുള്ളൂ. റൈറ്റ്, സോ ഈ മെക്കാനിക്കൽ വെന്റിലേഷൻ
ബാരോട്രോമ, ഇതൊക്കെ ലങ്സിന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ലങ്സിന്റെ കണ്ടീഷനാണ് ബ്രോങ്കോ പൾമനറി ഡിസ്പ്ലേസിയ. അങ്ങനെ നമ്മൾ ന്യൂബോൺ കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ കൊടുത്തോണ്ടിരുന്നാൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ടിരുന്നാൽ കുഞ്ഞിന്റെ ലങ്സ് നന്നായിട്ട് വികസിക്കില്ല. അപ്പൊ അത് ആ ഒരു കണ്ടീഷൻ വിൽ ലീഡ് ടു ബ്രോങ്കോ പൾമനറി ഡിസ്പ്ലേസിയ. ഇനി ഡയബറ്റിക് മദർ. ഡയബറ്റിക് മദേഴ്സിൽ അങ്ങനത്തെ മദേഴ്സിന്റെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അസുഖങ്ങൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അവർക്ക് മെറ്റാബോളിക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് അങ്ങനത്തെ കുട്ടികൾക്ക്, ലൈക്ക് ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പോകാൽസീമിയ, പിന്നെ ട്രാൻസിയന്റ് ടാക്കിപ്നി ഓഫ് ദ ന്യൂ ബോൺ, ദെൻ മാക്രോസോമിയ. ഇതൊക്കെ ഡയബറ്റിക് മദേഴ്സിൽ ഉണ്ടാവുന്ന കുട്ടികളിൽ കാണാറുള്ളതാണ്. ഇവർ ചോദിക്കുന്ന മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ സീൻ ഇൻ എ ചൈൽഡ് ഓഫ് ഡയബറ്റിക് മദർ. മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ എന്താണ്? അത് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ആണ്. എന്താണ് ഈ ന്യൂറൽ ട്യൂബ്? ന്യൂറൽ ട്യൂബ് എന്ന് വെച്ചാൽ നമ്മുടെ തലയും സ്പൈനൽ കോഡും ഒക്കെ ഡെവലപ്പ് ചെയ്തത് എംബ്രിയോളജിയിൽ we'll take detailed classes. There's lot to read, lot to teach. Okay. അപ്പോൾ ഈ ന്യൂറൽ ട്യൂബ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? നമ്മുടെ തല, നമ്മുടെ സ്പൈൻ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ന്യൂറൽ ട്യൂബ് എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഈ വരച്ചേക്കുന്നത് ഒരു പൈപ്പ് പോലെ ഒരു സ്ട്രക്ചറാണ് ന്യൂറൽ ട്യൂബ്. അപ്പോൾ ആസ് ഇറ്റ് ഗ്രോസ്, ആസ് ദി എംബ്രിയോ ഗ്രോസ്, ഈ ന്യൂറൽ ട്യൂബ് മേളിൽ നിന്ന് ക്ലോസ് ചെയ്യണം, താഴെ നിന്ന് ക്ലോസ് ചെയ്യണം. മേളത്തെ ഭാഗം തലയാവുന്നു, ഈ ഭാഗങ്ങൾ സ്പൈനൽ കോഡാവുന്നു. അപ്പോൾ ആസ് ദ ബേബി ഗ്രോസ്, ആസ് ദി എംബ്രിയോ ഗ്രോസ്, ബേബി പുറത്ത് വരുന്നതിന് മുന്നേ, അമ്മയുടെ വയറ്റിൽ പുറത്ത് വരുന്നതിന് മുന്നേ ഈ ന്യൂറൽ ട്യൂബ് എന്ത് ചെയ്യണം? കംപ്ലീറ്റ്ലി തലയും ഉണ്ടാക്കണം, സ്പൈനും ഉണ്ടാക്കണം. ആ ഈ ഓപ്പണിംഗ് ഇല്ല, ഞാൻ പറഞ്ഞത് ഒരു പൈപ്പ് പോലെയാണ്. മേളത്തെ ഓപ്പണിംഗ് ക്ലോസ് ചെയ്യണം, താഴത്തെ ഓപ്പണിംഗ് ക്ലോസ് ചെയ്യണം. അതാണ് ന്യൂറൽ ട്യൂബ്. അപ്പോൾ ചില സമയത്ത് ഈ ഡയബറ്റിക് മദേഴ്സിൽ ഈ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് കാണാറുണ്ട്. അപ്പം മോസ്റ്റ് കോമൺ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഏതൊക്കെയാണെന്ന് അറിയാം. ഒന്ന് സ്പൈന ബൈഫിഡ. സ്പൈന ബൈഫിഡ എന്ന് വെച്ചാൽ ഈ ഫോട്ടോ ആണ് കാണുന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ? ഇത് കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞിൻ്റെ ഒരു ന്യൂറൽ ട്യൂബ് നമ്മൾ വളരുമ്പോൾ ന്യൂറൽ ട്യൂബിന്റെ ഒരു ഭാഗം തല ഉണ്ടാക്കുന്നു, മറ്റേ ഭാഗം സ്പൈനൽ കോഡ് ഉണ്ടാക്കുന്നു, റൈറ്റ്? ആ ട്യൂബ് മേളിൽ നിന്ന് താഴെ നിന്ന് ക്ലോസ് ചെയ്യണം. ഇപ്പൊ ചില കുട്ടികളിൽ, പ്രത്യേകിച്ച് ഡയബറ്റിക് മദേഴ്സ് ആണെങ്കിൽ, താഴത്തെ ന്യൂറൽ ട്യൂബ് ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്പണിംഗ് പോലെ കുഞ്ഞിനെ കാണാം. അതിനെയാണ് സ്പൈന ബൈഫിഡ എന്ന് പറയുക. അതേസമയം മേലത്തെ ന്യൂറൽ ട്യൂബിന്റെ ഭാഗം ക്ലോസ് ചെയ്തില്ലെങ്കിൽ തല ശരിക്കും ഡെവലപ്പ് ആവില്ല. അപ്പൊ തലയും സ്കള്ളും ഒന്നും ശരിക്കും ഡെവലപ്പ് ആവില്ല. അതിനെ ആനൻകെഫാലി എന്ന് പറയും. അപ്പൊ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് ഡിസീസസ് ആണ്, സ്പൈന ബൈഫിഡയും ആനൻകെഫാലിയും. ഇത് ഏത് കുട്ടികളിലാണ് ഉണ്ടാവുക? ഡയബറ്റിക് മദേഴ്സ് ആണെങ്കിൽ അങ്ങനത്തെ അവർക്ക് ഉണ്ടാവുന്ന കുട്ടികളിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇനി ഡയബറ്റിസ് ഹാർട്ട് ഡിസീസസ് ഉണ്ടാക്കാം കുട്ടികളിൽ. ഏറ്റവും മോസ്റ്റ് കോമൺ ഹാർട്ട് ഡിസീസ് ഓഫ് എ ചൈൽഡ് ഹു ഹാസ് ഡയബറ്റിക് മദർ ഇസ് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്. നമ്മുടെ കുഞ്ഞിൻ്റെ വെൻട്രിക്കിൾസിൻ്റെ സെപ്റ്റം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കത്തില്ല, അവിടെ ചെറിയ ഓപ്പണിങ്സ് ഉണ്ടാവാം. സോ ഈ നിങ്ങൾക്ക് കാർഡിയാക് മാൽഫോർമേഷൻസ്, കാർഡിയാക് ഡിസീസസ് വേറെ തന്നെ സിസ്റ്റമിക് ഡിസീസസിൽ പഠിപ്പിക്കാം. സോ ഇപ്പോൾ ഇത്ര അറിഞ്ഞിരിക്കുക, മോസ്റ്റ് കോമൺ കോൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് ഇൻ എ ന്യൂ ബോൺ ഹു ഹാസ് ഡയബറ്റിക് മദർ. അമ്മ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഹാർട്ട് ഡിസീസ് മോസ്റ്റ് കോമൺ ആയിട്ട് കുഞ്ഞിൽ കാണുന്ന ഏത് ഹാർട്ട് ഡിസീസാണ്? VSD, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിസീസ്. ഒന്നുകൂടെ പറഞ്ഞേ, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്. ഓക്കെ. മോസ്റ്റ് സ്പെസിഫിക് ഹാർട്ട് ഡിസീസ് എന്താണെന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ദ മോസ്റ്റ് സ്പെസിഫിക് ഹാർട്ട് ഡിസീസ് ഇൻ എ ചൈൽഡ് whose mother is diabetic? The answer is transposition of great arteries. Transposition of great arteries എന്താണ്? അയോർട്ട ഇരിക്കേണ്ട സ്ഥലത്ത് പൾമണറി ആർട്ടറി ഇരിക്കുന്നു, ആൻഡ് പൾമണറി ആർട്ടറി ഇരിക്കുന്ന സ്ഥലത്ത് അയോർട്ട ഇരിക്കുന്നു. സോ അത് ക്രോസ് ഓവർ നടക്കുന്നു. Again, that also requires a good amount of explanation. As of now, ഈ രണ്ട് MCQ പഠിക്കാം. Most common congenital heart disease in a newborn was diabetic mother, that is VSD. Most specific എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? എന്നുവെച്ചാൽ ആ കുട്ടിക്ക് TG ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ അമ്മയ്ക്ക് ഡയബറ്റിസ് ഉണ്ട്. അതിനെയാണ് മോസ്റ്റ് സ്പെസിഫിക് എന്ന് പറയുക. സോ മോസ്റ്റ് സ്പെസിഫിക് ഹാർട്ട് ഡിസീസ് ഇൻ എ ന്യൂബോൺ ഹൂസ് മദർ ഹാസ് ഡയബറ്റിസ് ഇസ് TGA, ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്. മറക്കില്ലടാ. ഓക്കെ. ഇനി അടുത്തത്, ചില കുട്ടികൾക്ക് ചില ഡിസീസസ് എന്ന് പറയാൻ പറ്റില്ല, ചില ഫൈൻഡിങ്സ് ഉണ്ട്. അപ്പോൾ അതൊരു കോമൺ മാൻ കാണുമ്പോഴത്തേക്ക് അസുഖമെന്ന് വിചാരിക്കും. പക്ഷെ അത് ആ കുഞ്ഞ് ഡെവലപ്പ് ചെയ്യുമ്പോൾ കുഞ്ഞിനുണ്ടാകുന്ന കുറച്ച് അബ്നോർമാലിറ്റീസ് ആണ്.
അതേത് ലൈക്ക് എക്സ്റ്റൻ പേൾ, മംഗോളിയൻ സ്പോർട്സ് അതൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ അതിനെപ്പറ്റി ഇനി പഠിക്കാൻ പോകുന്നത് ബേസിക്കലി ഇത് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരിക. ഒരു ഇമേജ് കാണിക്കും, ഇതെന്താണെന്ന് ചോദിക്കും. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന അബ്നോർമാലിറ്റീസ് എക്സാക്ട് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ the research is still going on. Exact etiology is not known. ഇപ്പോൾ ഈ എക്സ്റ്റൻ പേളിൻ്റെ ആയാലും മംഗോളിയൻ സ്പോർട്സ് ഒബിയസ്ലി നമുക്കൊരു ഐഡിയ ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചേഞ്ച് കുഞ്ഞുങ്ങൾ കാണുന്നതെന്ന്. പക്ഷേ എക്സാക്ട് റീസൺ ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഫ് എക്സ്റ്റൻ പേൾസ്, ഹാർലിക്വിൻ കളർ ചേഞ്ച്, റൈറ്റ്, എരിത്തേമ ടോക്സിക്കം, ഇതൊക്കെ എന്തുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകുന്നതെന്ന് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇൻ Neet PG they just give you the picture, they ask you to identify. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് എന്താണ്? ദിസ് ഇസ് എക്സ്റ്റൻ പേൾ. എക്സ്റ്റൻ പേളിനകത്ത് എന്താണ് സംഭവം? വാട്ട് ഇസ് ദിസ്? ഇത് കണ്ടോ, ഈ രണ്ട് വൈറ്റ് ഡോട്ട്സ്. ഓക്കെ, കുഞ്ഞുവാവയുടെ വായിൽ കുറച്ച് 2-3 ഡോട്ട്സ് ഉണ്ടാവും, വൈറ്റ് ക്രീമി ഡോട്ട്സ്. അപ്പോൾ ഇതിനെയാണ് എക്സ്റ്റൻസ് പേൾ എന്ന് പറയുക. ഇത് കുഞ്ഞുവാവയുടെ പാലറ്റിൽ കാണാം. The reason they say is, see, when the palate is developing, palates develop ചെയ്യുമ്പോഴത്തേക്കും the keratin can get trapped in the developing palate. That's one theory that people give, and it looks like ഈ കുഞ്ഞു പല്ല് അവിടെ നിന്ന് മുളച്ചു വരുന്ന പോലെയാണ് കാണാനായിട്ടിരിക്കുക. And nothing to worry about, it's painless ആണ്. It goes away within 2 weeks. 2 weeks നുള്ളിൽ അത് പോകും. Moving on, രണ്ടാമത്തേതാണ് മീലിയ. മീലിയ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫൈൻഡിങ് ആണ് ഇൻ ദ ന്യൂ ബോൺ. ഈ മൂക്കിൽ ഇത് കണ്ടോടാ, ഈ കുഞ്ഞു വൈറ്റ് സ്പോട്ട്സ് കണ്ടോ? അപ്പോൾ കോമൺ മാൻ ഇതിനെ വിളിക്കുന്നത് മിൽക്ക് സ്പോട്ട്സ് എന്നാണ്. ഇത് എന്തുകൊണ്ടാണ് കുട്ടികൾ കാണുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ സെബേഷ്യസ് ഗ്ലാൻഡിൽ സംടൈംസ് ഈ സെബേഷ്യസ് ഗ്ലാൻഡ്സ് ക്യാൻ ഗെറ്റ് ക്ലോഗ്ഡ് കുട്ടികൾ. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ നമുക്ക് റെഗുലറായിട്ട് സ്കിൻ പീലിംഗ് നടക്കുന്നത് കൊണ്ട് ഒരു ക്ലോഗിങ് ഉണ്ടാവില്ല. പക്ഷെ കുട്ടികളിൽ അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. സോ സംടൈംസ് ആ പ്രോപ്പർ പീലിംഗ് ഓഫ് ദ സ്കിൻ നടക്കത്തില്ല, ആൻഡ് ദ സെബേഷ്യസ് ഗ്ലാൻഡ് ഇടയ്ക്കുന്ന ക്ലോഗ് ആവാം. അപ്പോൾ സെബം ക്യാൻ ഗെറ്റ് കളക്റ്റഡ് ആൻഡ് ദിസ് can lead to such an appearance. ഇതായാലും it will go in some few weeks, right? ഇതാണ് മീലിയ. Okay, മീലിയ. Next, what is erythema toxicum? So erythema toxicum means, first you see the picture, so you can see these red rashes, erythematous lesions over the baby. See, red color rashes പോലെ കണ്ടോ കുഞ്ഞിൻ്റെ അടുത്ത്. Okay, and ഇതിനെയാണ് erythema toxicum എന്ന് പറയുക. The reason they say it could be estrogen withdrawal, allergic reactions, exact reasons നമുക്ക് അറിയില്ല. ആൻഡ് ഇതിനെയാണ് എരിഥേമ ടോക്സിക്കം എന്ന് പറയാം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് നെവർ സീൻ ഓൺ ദ പാംസ് ആൻഡ് ദ സോൾസ്. പാംസിലും സോൾസിലും ഇത് കാണാറില്ല. ഇത് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ ഈ ഒരു ലീഷൻ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ വാട്ട് വി ക്യാൻ സീ ഇസ് ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് ഈസ്നോഫിൽസ്. ഐ ആം ഷുവർ യു ഗൈസ് നോ ഇറ്റ്. ഓക്കെ, എരിഥേമ ടോക്സിക്കത്തിന്റെ ലീഷൻസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അവിടെ ഈസ്നോഫിൽസിന്റെ ബിൽഡപ്പ് ഉണ്ടാവാറുണ്ട്. So അതൊരു PYQ ആണ്. Remember, E for E, erythema toxicum, eosinophils. And this also nothing to worry about, painless ആണ്. This will just go spontaneously. In 1 week of time this disappears. And usually it's not seen on the first day. Usually first day കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു rash നമ്മൾ കാണുക. That's erythema toxicum, and it's made up of what? ഈ ഒരു area, when you see it under the microscope, what can you see? Very very important, eosinophils. മറക്കല്ലേ? മംഗോളിയൻ സ്പോട്സ് നീറ്റ് പിജിയുടെ ഫേവറേറ്റ് ആണ്. മംഗോളിയൻ സ്പോട്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുവാവയുടെ ബട്ടക്സ് റീജിയനിൽ ജസ്റ്റ് അബവ് ദ ബട്ടക്സ്. ഓക്കെ, യു ക്യാൻ സീ ദിസ് ഗ്രേഷ് പാച്ചസ് ആൻഡ് ദീസ് ആർ കോൾഡ് as Mongolian spots. See the kanda. Okay, and here also there's nothing to worry about. This will go on its own. Usually disappears by 1 year of age. Then the site PYQ ആണ്. എവിടെയാണ് മംഗോളിയൻ സ്പോട്ട് കാണുക? It is seen in the lumbosacral region, right? Just above the buttocks you can see. The reason is there is failure of migration of melanocytes. Melanocytes and the migration is a real problem as a child is growing, but then it goes away. In 1 year it goes away. Okay, this is interesting. See, Harlequin color change. Harlequin color change nu parnal it's a benign condition. Okay, it's a very transient phenomena, meaning it just lasts for a few minutes, sometimes even seconds. ഇവിടെ കുഞ്ഞുവാവയുടെ ഒരു ഭാഗം റെഡ് ആയിട്ട് മാറും, ബാക്കി ഭാഗം നോർമൽ കളർ. ഇങ്ങനെ ഒരു മിഡ് ലൈൻ നിങ്ങൾക്ക് ശരിക്കും ഡിമാർക്കേറ്റ് ചെയ്തെടുക്കാം. ഒരു മിഡ് ലൈൻ വരച്ചാൽ ഒരു ഭാഗം റെഡ് ആവും, മറ്റേ ഭാഗം നോർമൽ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ there are different theories again. They say it's an autonomic change, vasomotor reactions. Here also there's nothing to worry about. There's nothing to worry about if you see such a child. Child is going to be fine. Maximum ഒരു 3 വീക്സിനുള്ളിൽ ഈ കുഞ്ഞിൻ്റെ ഇതങ്ങ് മാറും. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ട്രാൻസിയൻറ്റ്. ഇങ്ങനെ ഒരു റിയാക്ഷൻ
കുഞ്ഞിന് വന്നാൽ സംടൈംസ് it can last from 20 seconds to 20 minutes. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മാറും. ഓക്കെ, പെട്ടെന്ന് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് വരും and it may last from 20 seconds to 20 minutes and then it goes away. It can keep coming, keep going, but ഏകദേശം 3 weeks കഴിയുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് ആയിട്ടാണ് മാറും. ഈ പിക്ചർ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് okay, this is a caput secundum or you can call it succedaneum, both are correct. And there is one more condition called as cephal hematoma. Now before I tell you the രണ്ടിന്റെയും കാര്യം പറഞ്ഞതിന് മുന്നേ you should know a little bit about the skull. Now see, I'm sure you guys know that scalp pneumonic, right? Skull-inde നമ്മുടെ skull-inde layers എന്താണ്, skin, subcutaneous tissue. But ഇവിടെ I'm not talking about that. ഈ രണ്ട് കണ്ടീഷൻസ് അറിയാനായിട്ട് you just have to know broadly. ഞാൻ പുറത്ത് വരച്ചേക്കുന്നതാണ് എൻ്റെ സ്കാൽപ്പ്. ഓക്കെ, ബ്ലൂ ആയിട്ട് ഞാൻ വരച്ചേക്കുന്നതാണ് സ്കാൽപ്പ്. അതിൻ്റെ തൊട്ട് താഴെ യെല്ലോ കളറിൽ ഞാൻ വരച്ചേക്കുന്നതാണ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ഓക്കെ, അതിൻ്റെ താഴെ ഞാൻ വരച്ചേക്കുന്നതാണ് പെരിയോസ്റ്റിയം. എന്താണ് ഈ പെരിയോസ്റ്റിയം? നമ്മുടെ ഏത് ബോണിനെയും കവർ ചെയ്യുന്ന ഒരു ലെയർ ഉണ്ട്, അതിനെയാണ് പെരിയോസ്റ്റിയം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബ്രൗൺ ആയിട്ട് വരച്ചേക്കുന്നതാണ് പെരിയോസ്റ്റിയം. ഏറ്റവും താഴെ ബ്ലാക്ക് ആയിട്ട് വരച്ചേക്കുന്നതാണ് എൻ്റെ സ്കൾ ബോൺ. എൻ്റെ സ്കൾ ബോൺ ഇത്ര മനസ്സിലായോ? ഓക്കെ, ഈ പിക്ചർ അവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യം കൂടെ, ഇത് എൻ്റെ തലയുടെ സ്യൂച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ തലയുടെ മേലെ നോക്കുവാണ്. മേലെ നോക്കുമ്പോൾ അത് എങ്ങനെയാണ് കാണുന്നത് അല്ലേ? അപ്പോൾ നോക്കി, ഇതാണ് ആൻറ്റീരിയർ വശം. ഓക്കെ, ഇതാണ് തലയുടെ പോസ്റ്റീരിയർ വശം. റൈറ്റ്. ഇപ്പം ഞാൻ സ്കൾ എന്ന് പറയുമ്പോൾ അത് ഒരു ബോൺ അല്ല. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ സ്കൾ ഉണ്ടാക്കിയിരിക്കുന്ന പല ബോൺസ് ജോയിൻ ചെയ്തിട്ടാണ് അല്ലേ? അപ്പോൾ ഇതെന്താണ്? നമ്മുടെ ഫ്രോണ്ടൽ ബോൺ. രണ്ട് ബോണും കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് ഈ ഫ്രണ്ടിൽ ഈ വശം ഉണ്ടാവുന്നത് അല്ലേ? ഇതെന്താണോ? ഇത് പെറൈറ്റൽ ബോൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇവിടുത്തെ ഒരു പോയിന്റ്, ഞാൻ ഈ ഫ്രോണ്ടൽ ബോണിന്, ഇതാണ് എൻ്റെ ഒരു ഫ്രോണ്ടൽ ബോൺ അല്ലേ? ഈ ഫ്രോണ്ടൽ ബോണിന്റെ കവർ ചെയ്യാൻ എന്തുണ്ട്? അതിൻ്റെതായ പെരിയോസ്റ്റിയം ഉണ്ട്. ഇത്രയും മനസ്സിലായോ? അതേപോലെ ഇപ്പുറത്തെ ഫ്രോണ്ടൽ ബോൺ, ഓക്കെ, ഇതിനെ കവർ ചെയ്യാൻ അതിൻ്റെതായ പെരിയോസ്റ്റിയം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പെരിയോസ്റ്റിയത്തിന്റെ താഴെ നോക്കിയേ, ഇവിടെ നോക്കിയേ, ഞാൻ പറഞ്ഞു ഈ ഒരു പിക്ചറിന്, അത് സിമ്പിൾ ആയിട്ട് ഞാൻ വരച്ചിരുന്ന പിക്ചറാണ്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ നമ്മുടെ തലയ്ക്ക് കുറച്ചും കൂടെ ലേയേഴ്സ് ഉണ്ട്. സ്കാൽപ്പ് എന്ന് പറഞ്ഞൊരു ന്യൂമോണിക് ഉണ്ട്. ഈ രണ്ട് ടോപ്പിക് വരെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഞാൻ ആദ്യമേ ബ്ലൂ വെച്ച് വച്ചേക്കുന്നത് സ്കാൽപ്പാണ്. ഓക്കെ, സ്കിന്നാണ്. അതിൻ്റെ താഴെ യെല്ലോ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ആണ്. അതിൻ്റെ തൊട്ട് താഴെ ഞാൻ വച്ചേക്കുന്നത് പെരിയോസ്റ്റിയം ആണ്. ഓക്കെ, ലെയർ ദാറ്റ് കവേഴ്സ് ദ ബോൺ. അതിൻ്റെ ഏറ്റവും താഴെ ഞാൻ ബ്ലാക്കിൽ വച്ചേക്കുന്നത് സ്കള്ളാണ്. ഓക്കെ, ഓർത്തിരിക്കേണ്ടത്, ഈ പെരിയോസ്റ്റിയത്തിന്റെ താഴെ, ഇതാണല്ലോ ഈ ബ്രൗൺ ആണല്ലോ പെരിയോസ്റ്റിയം, ഈ ബ്രൗൺ. ഈ പെരിയോസ്റ്റിയത്തിന്റെ താഴെ എന്തുണ്ട്? എനിക്ക് ബ്ലഡ് വെസൽസ് ഉണ്ട്. റൈറ്റ്, എനിക്ക് ആ ബോണിനെ സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും രീതിയിൽ എനിക്ക് ഇവിടെ ഇപ്പം നോക്കിയേ, ഈ ഒരു സെക്ഷൻ ഞാൻ എടുക്കുവാണെങ്കിൽ ഈ പെരിയോസ്റ്റിയത്തിന്റെ താഴെ എനിക്ക് ഈ ബ്രൗൺ ഞാൻ വരച്ചേക്കുന്നില്ല. അതിന്റെ താഴെ എനിക്ക് എന്തുണ്ട്? അതിന്റെ ബ്ലഡ് വെസൽ ഉണ്ട്. അപ്പൊ ആ ബ്ലഡ് വെസലിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റിയാൽ ഇവിടെ ബ്ലീഡിംഗ് ഉണ്ടാവും. ഓക്കെ, ബ്ലീഡിംഗ് ഉണ്ടാവും, ഫൈൻ. അതെ, നമ്മൾ സബ് പെരിയോസ്റ്റിയൽ ബ്ലീഡിംഗ് എന്ന് പറയും. പെരിയോസ്റ്റിയത്തിന് താഴെയാണല്ലോ ബ്ലഡ് വെസൽ. ആ ബ്ലഡ് വെസൽ എന്തിനാണ്? എന്റെ സ്കളിനെ, ഈ ബ്ലാക്ക് ആയിട്ട് വരച്ചിരിക്കുന്ന സ്കളിനെ സപ്ലൈ ചെയ്യാനായിട്ടാണ്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും കാരണത്താൽ അവിടെ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ, ഒരു ഇടിവോ ചതവോ എന്തെങ്കിലും വന്നിട്ട് ഈ പെരിയോസ്റ്റിയത്തിന് ഒരു ഇടി കിട്ടി. അപ്പൊ അതിന്റെ താഴെ എന്താണ്? ബ്ലഡ് വെസൽസ് ഉണ്ട്. ആ ബ്ലഡ് വെസൽസ് ടയർ ആയാൽ ബ്ലീഡിംഗ് ഉണ്ടാവും. ഈ ബ്ലീഡിംഗ് നിങ്ങൾ ഇനി പറയും, ഈ ബ്ലീഡിംഗ്, ഇപ്പൊ ഇവിടെ ബ്ലീഡിംഗ് ഉണ്ട്, ഈ ബ്ലഡ് ഇങ്ങോട്ടത്തേക്ക് പോവോ? ഇല്ല. ബ്ലഡ് ഇപ്പം ഈ ഏരിയയില് നിങ്ങൾക്ക് ഒരു ഇടി കിട്ടിയെന്ന് വെച്ചോ, ഈ ഏരിയയിൽ അവിടെ ഡെഫിനറ്റ്ലി ആ പെരിയോസ്റ്റിയത്തിന് താഴെയുള്ള ബ്ലഡ് വെസൽസ് ബ്രേക്ക് ആവും, അവിടെ ബ്ലീഡിംഗ് ഉണ്ടാവും. പക്ഷെ അവിടുത്തെ ബ്ലീഡിംഗ് അവിടെ തന്നെ ഈ ഒരു ഏരിയ തന്നെ നിൽക്കും. കാരണം എന്താണെന്നറിയോ? ഇപ്പോഴത്തേക്ക് അതിന് വരാൻ പറ്റില്ല. ഇവിടെ ഒരു ഫിഷർ പോലെയുണ്ട്, കണ്ടോ? ഒരു കുഴി പോലെയുണ്ട്. റൈറ്റ്, അപ്പോ ഇവിടുത്തുള്ള ബ്ലീഡിംഗ് ഇങ്ങോട്ടത്തേക്ക് വരാൻ പറ്റില്ല. ഇവിടുത്തുള്ള ബ്ലീഡിംഗ് ഇങ്ങോട്ടത്തേക്ക് വരാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഒരു ഫിഷർ പോലെയുണ്ട്. അപ്പൊ ഇവിടെ ബ്ലീഡിംഗ് ആവുകയാണെങ്കിൽ, റൈറ്റ്, സബ് പെരിയോസ്റ്റൽ ബ്ലീഡിംഗ് ഈ ഒരു ഫ്രോണ്ടൽ റീജിയനിലാവുകയാണെങ്കിൽ ഈ ബോണിന്റെ ഉള്ളിൽ തന്നെ നിൽക്കും, ആ ഒരു ഏരിയ തന്നെ നിൽക്കും. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം. Now we will study. See,
കമ്പ്യൂട്ട് സെക്കൻഡം അല്ലെങ്കിൽ സക്സിഡിങ്ങിയം എങ്ങനെ വേണമെങ്കിലും പറയാം. ഇവിടെ ഇപ്പോൾ ഒരു പ്രൊലോങ്ഡ് ലേബറിൻ്റെ സമയത്ത് പ്രൊലോങ് ലേബർ അല്ലെങ്കിൽ ഒരു വാക്യൂം എക്സ്ട്രാക്ഷൻ, വാക്യൂം വെച്ച് നമ്മൾ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുമല്ലോ, അങ്ങനെയുള്ള സമയത്ത് അല്ലെങ്കിൽ ലെറ്റ്സ് സേ പ്രൊലോങ്ഡ് ലേബർ എന്ന് വെച്ചാൽ കുഞ്ഞ് ആ വജൈനൽ കനാലിൽ നിന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ ആ തലേൻ്റെ ഈ ഭാഗത്ത് പ്രഷർ ഇങ്ങനെ കൂടുകയാണ്. ആ ഏരിയയിൽ പ്രഷർ വജൈനൽ കനാലിൽ കൂടെ കുഞ്ഞിന് പുറത്തേക്ക് വരാൻ പറ്റത്തില്ല. അപ്പം ഒബിയസ്ലി എല്ലാ രീതിയിൽ നിന്നും കോൺട്രാക്ഷൻ നടക്കുന്നുണ്ട് എല്ലാ ഏരിയയിലും വജൈനൽ കനാലിൽ കുഞ്ഞിനെ പുറത്തേക്ക് വിടാൻ. അപ്പോൾ ആ കോൺട്രാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ തലയുടെ ഈ ഭാഗത്തും എന്ത് പറ്റും, ഒരു കോൺട്രാക്ഷൻ അതിന് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ അമങ്ങിയിരിക്കുമ്പോൾ ഈ സ്കാൽപ്പിനകത്തുള്ള ബ്ലഡിൻ്റെ വീനസ് റിട്ടേൺ അത് ഡാമേജ്ഡ് ആവും. അപ്പം നമുക്കൊരു ഇവിടെ ഒരു എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ നല്ല ടൈറ്റായിട്ട് കെട്ടി വെച്ചാൽ, വളരെ ടൈറ്റായിട്ട് കെട്ടി വെച്ചാൽ എൻ്റെ സ്കാൽപ്പിനകത്തുള്ള വീനസ് റിട്ടേൺ, ഇവിടുത്തെ വീനസ് ബ്ലഡ് എങ്ങോട്ടേക്ക് പോകണം, താഴെ ഹാർട്ടിലേക്ക് പോയി പ്യൂരിഫൈ ആവണം അല്ലേ, ദാറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. പക്ഷേ ഇവിടെ നല്ല ടൈറ്റായിട്ട് കെട്ടി വെച്ചാൽ അതിനൊരു വീനസ് സ്റ്റേസിസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ആ ബ്ലഡിന് താഴെ ഹാർട്ടിലേക്ക് പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും, റൈറ്റ്. അപ്പോൾ അതേപോലെ കുഞ്ഞ് വജൈനൽ കനാലിൽ കുറേ നേരം അങ്ങനെ നിൽക്കുവാണെങ്കിൽ ആ പ്രഷർ കാരണം കുഞ്ഞിൻ്റെ സ്കാൽപ്പിലെ വീനസ് റിട്ടേൺ ഡാമേജ് ആവും. ആ സ്കാൽപ്പിലെ ബ്ലഡ്, വെയിൻസിനകത്തെ ബ്ലഡ് അവിടെ തന്നെ ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പം അങ്ങനെ ഒരു വെയിനിനകത്ത്, ഞാനൊരു ബ്ലൂ കളർ എടുക്കട്ടെ, അങ്ങനെ ഒരു വെയിനിനകത്ത് ബ്ലഡ് കുറേ നേരം കെട്ടിക്കിടന്ന് എന്ത് സംഭവിക്കും, there will be the fluid, ആ വെയിൻസിനകത്തുള്ള ഫ്ലൂയിഡ് പുറത്തെ ഇൻറ്റർസ്റ്റിഷ്യൽ ടിഷ്യൂലേക്ക് പുറത്തേക്ക് വരാം. ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ എഡേമ. ഒന്നും കൂടെ പറയാം. പ്രൊലോങ് ലേബറിന്റെ സമയത്ത് കുഞ്ഞിന്റെ തല വളരെ പ്രഷറായിട്ട് നിൽക്കുകയാണ്. അപ്പം ഈ സ്കാൽപ്പിനകത്തുള്ള, നമ്മുടെ സ്കാൽപ്പിനകത്ത് വീനസ് സർക്കുലേഷൻ ഉണ്ട് അല്ലേ, ആ സ്കാൽപ്പിനകത്തുള്ള ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എല്ലാം തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ വീനസ് സർക്കുലേഷൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുമ്പോൾ ആ വീനസ് സർക്കുലേഷൻ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ ആ വീനസ് സർക്കുലേഷൻ്റെ പ്രഷർ കൂടുന്നു. അങ്ങനെ ഒരു ബ്ലഡ് വെസൽ, ഒരു വെസലിൻ്റെ പ്രഷർ കൂടി എന്ത് സംഭവിക്കും, ആഫ്റ്റർ സം ടൈം ഫ്ലൂയിഡ് വിൽ സ്റ്റാർട്ട് ടു ലീക്ക് ഔട്ട് ഫ്രം ദ വെസൽ. Fluid will start to leak out from the vessel and this leads to edema. Okay, അപ്പോൾ നിങ്ങൾ ഈ പിക്ചർ നോക്കി, ഞാൻ ഈ പിക്ചർ കാണിച്ചു തന്നത് ഇവിടെ കുഞ്ഞുവാവയുടെ തലയാണെന്ന് വെച്ചത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നേക്കാണ് ബിക്കോസ് ഓഫ് ദ വജൈനൽ കനാൽ. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിനകത്തുള്ള വീനസ് റിട്ടേൺ എല്ലാം ശരിക്കും നടക്കില്ല. അപ്പോൾ ഈ സ്കാൽപ്പിനകത്തുള്ള വീനസ് റിട്ടേൺ, വീനസ് സ്റ്റേസിസ് ഉണ്ടാവുന്നു ആൻഡ് ഫ്ലൂയിഡ് വിൽ സ്റ്റാർട്ട് ലീക്കിംഗ് ഔട്ട് ഇൻ ടു ദ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ആ താഴത്തെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂലേക്ക് സ്കാൽപ്പിനകത്തുനിന്നുള്ള വീനസ് റിട്ടേണിൻ്റെ ഫ്ലൂയിഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂലേക്ക് പോകുന്നു. അപ്പോൾ ഈ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂന്ന് ആൻഡ് ദെൻ ദർ ഇസ് വാട്ട് സ്വെല്ലിംഗ് ഓഫ് ദ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. അപ്പോൾ ഈ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ മൊത്തത്തിൽ അങ്ങ് സ്വെല്ലാവുകയാണ്. ഇവിടെ മുതൽ ഇവിടെ വരെ ഈ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ സ്വെല്ലാവുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തല നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം മൊത്തത്തിൽ അങ്ങ് സ്വെല്ലിംഗ് ആണ്, ഒരു ഭാഗം മാത്രമല്ല. ആ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൽ മൊത്തത്തിൽ there is swelling. And this caput secundum, it appears at birth, it will cross the suture, that's what I said, crosses the suture and it takes the entire shape of the head and disappears in 3 days. Okay, next is cephalhematoma. Here in cephalhematoma what happens is because of instrumental delivery കാരണം നമ്മുടെ ഇൻസ്ട്രുമെന്റൽ ഡെലിവറി കാരണം what happens is എമിസറി വെയിൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ പെരിയോസ്റ്റിയത്തിന്റെ താഴെ, ഈ ബ്രൗൺ ലൈറ്റ് ഞാൻ വരച്ചിരിക്കുന്നതാണ് പെരിയോസ്റ്റിയം, അതിന്റെ താഴെ നമുക്ക് എന്തുണ്ട്, എമിസറി വെയിൻസ് ഉണ്ട്. ഈ എമിസറി വെയിൻസ് ടയർ ആവാം. ഇത് ടയർ ആയാൽ സബ് പെരിയോസ്റ്റിയൽ ബ്ലീഡ് ഉണ്ടാവാം. സബ് പെരിയോസ്റ്റിയൽ ബ്ലീഡ് ഞാൻ പറഞ്ഞു, സബ് പെരിയോസ്റ്റിയൽ ബ്ലീഡ് ആണെങ്കിൽ ആ ഒരു വശത്ത് തന്നെ നിൽക്കത്തുള്ളൂ, ആ ഒരു ബോണിൽ തന്നെ നിൽക്കത്തുള്ളൂ, അത് സ്പ്രെഡ് ആവത്തില്ല. അപ്പോൾ അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. cephalhematoma, it does not cross the suture. ആ ഒരു എവിടെയാണോ ബ്ലീഡിങ് വന്നത് ആ ഒരു ഏരിയയിൽ മാത്രം സ്വെല്ലിംഗ് നിങ്ങൾ കാണും. ഓക്കെ, so it does not cross the suture and disappears by, ഇത് കുറച്ച് സമയം എടുത്തിട്ടേ പോകുള്ളൂ cephalhematoma. It takes about 3 months to disappear, right? Yeah. And whereas caput secundum വളരെ സിമ്പിൾ ആണ്, there is nothing to worry about. 3 daysനുള്ള കുട്ടി റെഡിയാവും. cephalhematoma അത് കുറച്ച് പ്രോബ്ലമാറ്റിക് ബിക്കോസ് ആക്ച്വലി അവിടെ വെയിൻസ് ബ്ലീഡ് ആവുന്നുണ്ട്, വെയിൻസ് ടയർ ആയിട്ട് ബ്ലീഡിങ് ആയതുകൊണ്ടാണ് ആ ഭാഗം തടിച്ചിരിക്കുന്നത്. സോ അവിടെ RBCs കെട്ടിക്കിടക്കാം. ഓക്കെ, ആൻഡ് ദർ കുഡ് ബി RBC ലൈസിസ്. RBC ബ്രേക്ക് ഡൗൺ ആയി എന്തുണ്ടാവും, ബിലിറൂബിൻ ഉണ്ടാവും അല്ലേ. ബിലിറൂബിൻ കൂടിയ അതിൻ്റെ അസുഖത്തിന്റെ പേരെന്താണ്, ജോണ്ടിസ്. അപ്പം cephalhematoma can cause jaundice in a child. Just remember cephalhematoma ഉള്ള ഒരു കുട്ടിയിൽ നമ്മൾ ജോണ്ടിസ് ഒന്ന് മോണിറ്റർ ചെയ്യണം, ഉണ്ടോ ഇല്ലയോ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് cephalhematoma ഒരു ഏരിയയിൽ മാത്രമായിരിക്കും ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ക്രോസ് ദ suture. See this picture here.
എന്തുണ്ട്, എഡേമയുണ്ട്. സോ സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂവിനകത്ത് ഇടയ്ക്ക് ബ്രേക്ക് ഒന്നുമില്ല, മൊത്തം നമുക്കൊരു കവർ പോലെയാണ് സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂ നമ്മുടെ തലയ്ക്ക് ചുറ്റും. സോ ഒബ്വിയസ്ലി അവിടെ മൊത്തം എഡേമ വരും. അത് പ്രൊലോങ് ലേബറിൽ കാണുന്നതാണ്. ബിക്കോസ് സ്കാൽപ്പിലെ വീനസ് റിട്ടേൺ ഡാമേജ് ആവുന്നുണ്ട്, ഫ്ലൂയിഡ് സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂലേക്ക് സ്പ്രെഡ് ആവുന്നു, മൊത്തം തല വലുതായിട്ടായിരിക്കും. കാരണം സെഫാൽ ഹെമറ്റോമയിൽ നമ്മൾ ഇൻസ്ട്രുമെന്റ് ഡെലിവറി, എവിടെയാണ് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്ത കൊച്ചിനെ ഡെലിവറി ചെയ്തത്, ആ കുഞ്ഞിന്റെ ഏത് തലയിലാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ് വെച്ചത്, ആ ഭാഗത്ത് ചെറിയൊരു ബ്ലീഡിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബേസിക്കലി അതിന്റെ എമിസറി വെയിൻസിലായിരിക്കും ബ്ലീഡിംഗ്. എന്ന് വെച്ചാൽ പെരിയോസ്റ്റത്തിന് താഴെയുള്ള വെയിൻസ് ആണ് എമിസറി വെയിൻസ്. അപ്പൊ ആ ഭാഗത്ത് മാത്രം ഇങ്ങനെ പൊങ്ങിയിരിക്കും, അതാണ് സെഫാൽ ഹെമറ്റോമ. ഒരു വശത്ത് മാത്രം, ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ എവിടെയാണ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ആ വശത്ത് മാത്രം ബ്ലീഡിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെടാ. ഇനി വജൈനൽ ബ്ലീഡിംഗ് ഇൻ എ ന്യൂ ബോൺ അത് നോർമൽ ആണോ? ആക്ച്വലി നോർമൽ ആണ്. മറ്റേണൽ ഹോർമോൺസിന്റെ ഇൻഫ്ലുവൻസ് കാരണം ഒരു ബേബി ഫീമെയിൽ ബാബയ്ക്ക് വജൈനൽ ബ്ലീഡിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇറ്റ്സ് നോർമൽ ബിക്കോസ് ഓഫ് മെറ്റേണൽ ഹോർമോണൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഇറ്റ്സ് നോർമൽ അപ് ടു 1 വീക്ക്. ഇതെന്താണ് വെർണിക്സ് കേസിയോസ? ഇത് ഇറ്റ്സ് എ വാക്സി ക്രീമി ലെയർ ദാറ്റ് യു കെൻ സീ ഇൻ എ ന്യൂ ബോൺ. ന്യൂ ബോൺസിന്റെ ഇത് നോർമൽ ആണ്. ന്യൂ ബോൺസിന്റെ ദേഹത്തിന് ചുറ്റിനും ഒരു വാക്സി ക്രീമി ലെയർ ആണ്. ആൻഡ് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് പ്രൊഡ്യൂസ് ബൈ ദ ന്യൂ ബോൺ സെബേഷ്യസ് ഗ്ലാൻസ്. കുഞ്ഞുവാവയുടെ സെബേഷ്യസ് ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ വാക്സി ലെയർ. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി തെർമോ റെഗുലേഷൻ, കുഞ്ഞിന് ഒരു ടെമ്പറേച്ചർ ജനിക്കുന്ന സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. രണ്ട്, ഇറ്റ് ഹെൽപ്സ് ഇൻ ലൂബ്രിക്കേഷൻ. ഈ ഒരു സംഭവം കുഞ്ഞിന്റെ ബോഡിയിലുള്ളത് കൊണ്ട്, ബോഡിയിൽ പ്രൊഡ്യൂസ് ആകുന്നതുകൊണ്ട് അമ്മ പുഷ് ചെയ്യുമ്പോൾ ഒരു ലൂബ്രിക്കേഷൻ ഈ വെർണിക്സ് കേസിയോസ കൊടുക്കുന്നുണ്ട്. സോ ഈസിലി ദ ബേബി ക്യാൻ കം ഔട്ട്. ഓക്കെ, സോ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻ. നെക്സ്റ്റ് വൺ ഇസ് ബലാറ്റ്സ് സ്കോർ. ബലാറ്റ് സ്കോർ ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ബലാറ്റ് സ്കോർ ഇസ് ടു അസസ് ജെസ്റ്റേഷണൽ ഏജ്. ഒരു കുഞ്ഞുവാവയുടെ ജെസ്റ്റേഷണൽ ഏജ് അസസ് ചെയ്യാനാണ്. സോ നൗ യു ആസ്ക് മീ, എന്തിനാ ഞാൻ ജെസ്റ്റേഷണൽ ഏജ് അസസ് ചെയ്യണം? ഇപ്പം നമുക്ക് റെക്കോർഡ് കിട്ടുന്നുണ്ട് അല്ലേ, ഒരു കുഞ്ഞുവാവയുടെ ആ കുഞ്ഞുവാവയ്ക്ക് എത്ര ജെസ്റ്റേഷണൽ ഏജ് ആയെന്ന് നമുക്ക് ആ കുഞ്ഞുവാവയുടെ ഫയൽ എടുത്ത് അറിയാൻ പറ്റും. അപ്പം ഞാൻ എന്തിനാണ് ഈ സ്കോർ ചെയ്യേണ്ടത്? ദാറ്റ്സ് എ വെരി ലോജിക്കൽ ക്വസ്റ്റ്യൻ. ബേസിക്കലി ഇതൊക്കെ പഠിക്കാൻ വേണ്ടി മാത്രമാണ്. ബിക്കോസ് ഇപ്പോൾ നമുക്ക് CUST വഴി കുഞ്ഞിൻ്റെ അമ്മയുടെ വയറ്റിലുള്ളപ്പോൾ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും വാട്ട് ഇസ് ജെസ്റ്റേഷണൽ ഏജ്. കുഞ്ഞുവാവ വൺസ് ദ ബേബി ഈസ് ഔട്ട് then we know, നമുക്ക് മെൻസസ് വഴി കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഈ ബലാറ്റ് സ്കോറിംഗ് നമ്മൾ യൂസ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു ട്രൈബൽ ഏരിയയിൽ പോകാൻ, എക്സാമ്പിൾ ഞാൻ പറയാം, ട്രൈബൽ ഏരിയയിൽ പോവാണ്, അവിടെ അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റം ഒന്നുമില്ല. ഒരു കുഞ്ഞുവാവ നിങ്ങൾ കണ്ടു, ഇപ്പോൾ ജനിച്ചതേ ഉള്ളൂ, ഓക്കെ, 2 ദിവസമായിട്ടേ ഉള്ളൂ. ആൻഡ് യുവർ somebody ask you what is the gestation age of the baby. ആൾക്ക് മെൻസസ് അത്ര കറക്റ്റായിട്ട് ഓർമ്മയില്ല അമ്മയ്ക്ക്. അപ്പോൾ what could be the gestational age of the baby? 35 weeks ആണോ, 36 weeks ആണോ, 37 ആണോ? അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബലാറ്റ് സ്കോറിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കുഞ്ഞിന്റെ ജെസ്റ്റേഷണൽ ഏജ് എത്രയാണ്. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഇറ്റ് ഇസ് ടു ഫൈൻഡ് ജെസ്റ്റേഷണൽ മെച്യൂരിറ്റി ഓഫ് ദ ബേബി. അപ്പോൾ ഇത് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് കുഞ്ഞിന് 20 വീക്സിനും 44 വീക്സിനും ഇടയിലാണ് കുഞ്ഞിന്റെ ജെസ്റ്റേഷണൽ ഏജ് എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 20 വീക്സ്, ഇപ്പോൾ 20 വീക്സ് ആയ കുഞ്ഞ് ജനിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ഈ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ റെക്കോർഡൊന്നുമില്ല. ഈ സ്കോർ വെച്ചിട്ട് ഈ ബലാറ്റ് സ്കോറിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഈ കുഞ്ഞിന് ഐ തിങ്ക് ഇറ്റ് ഈസ് 20 വീക്സ് ഓൾഡ് ബേബി. അപ്പോൾ ഈ ഒരു സ്കോറിനകത്ത് 2 കോമ്പണന്റ് ഉണ്ട്. വൺ ഇസ് ന്യൂറോ മസ്കുലർ മെച്യൂരിറ്റി ആൻഡ് അതർ വൺ ഇസ് ഫിസിക്കൽ മെച്യൂരിറ്റി. ഓക്കെ, ഇവിടെ നീറ്റ് PGക്ക് അവർ മോസ്റ്റ്ലി ഇതിന്റെ കോമ്പണൻസ് എന്താണെന്നാണ് ചോദിക്കുക, അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുക. അപ്പോൾ വൺസ് അഗൈൻ ബലാറ്റ് സ്കോറിനകത്ത് 2 മെച്യൂരിറ്റി നമ്മൾ ചെക്ക് ചെയ്യും കുട്ടികളിൽ. ഒന്ന് ന്യൂറോ മസ്കുലർ മെച്യൂരിറ്റി, അതിനകത്ത് കുറച്ച് കോമ്പണൻസ് ഉണ്ട്, എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. മറ്റേത് ഫിസിക്കൽ മെച്യൂരിറ്റി കുഞ്ഞിന്റെ ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ജസ്റ്റ് സീ വൺസ് ഐ എക്സ്പ്ലെയിൻ. ഓക്കെ, ഇതാണ് ന്യൂറോ മസ്കുലർ മെച്യൂരിറ്റി. ഈ ഒരു ടേബിൾ വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് ഫിസിക്കൽ മെച്യൂരിറ്റി, ഈ ഒരു ടേബിൾ വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചാർട്ട്സ് ഒക്കെ ഇപ്പോൾ ടേക്കിംഗ് വേണ്ടി നിങ്ങൾക്ക് ചാർട്ട്സ് കിട്ടും. ചാർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ബട്ട് നീറ്റ് PGയിൽ അവർ ഈ കോമ്പണൻസ് ചോദിക്കും മാത്രമേ ഉള്ളൂ. ഓക്കെ, ബട്ട് യു ഷുഡ് നോ, റൈറ്റ്? യു ഷുഡ് നോ ദ കോമ്പണൻസ്. അപ്പോൾ ന്യൂറോ മസ്കുലർ മെച്യൂരിറ്റിയിൽ നമുക്ക് കുഞ്ഞിന് സ്കോർ കൊടുക്കാം. വി ക്യാൻ ഗിവ് എ സ്കോർ ഫ്രം -1, 0, 1, 2, 3, 4, 5. കുഞ്ഞ് എങ്ങനെയാണോ ഇരിക്കുന്നത്, ഓക്കെ, ഈ കോമ്പണൻസ് വെച്ചിട്ട് അത് വെച്ചിട്ട് നമുക്ക് കുഞ്ഞിന് സ്കോർ കൊടുക്കാം. അപ്പോൾ ഏതൊക്കെയാണ് കോമ്പണൻസ്? അപ്പോൾ 1 പോസ്റ്റർ, കുഞ്ഞുവാവ കിടക്കുന്ന രീതി. ഓക്കെ, ഇപ്പം 1 2 3 4 5 കുഞ്ഞ് എങ്ങനെയാണോ ഇരിക്കുന്നത്, 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 1 2 3 4 5 കുഞ്ഞ് എങ്ങനെയാണോ ഇരിക്കുന്നത്
ഇത് ടേം ബേബീസ് ആണ്. ഈ ടേം ബേബീസ് ആണെങ്കിൽ കൈ കാലൊക്കെ നന്നായിട്ട് ഫ്ലെക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ കൈ കാലൊക്കെ നന്നായിട്ട് ഫ്ലെക്സ് ചെയ്യുന്ന ഒരു കുഞ്ഞുവാവയാണെങ്കിൽ യു ഗിവ് എ സ്കോർ ഓഫ് 4. ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ദേ ആർ നോട്ട് ഗോയിങ് ടു ആസ്ക് യു ദിസ്. പക്ഷേ നോക്കേ, കൈ കാലൊക്കെ വളരെ എക്സ്റ്റെൻഡഡ് ആണ്, അനക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഗിവ് എ സ്കോർ ഓഫ് 1. സോ ഡിപെൻഡിങ് അപ്പോൺ ദിസ് യു സീ ദ ബേബി ആൻഡ് ഗിവ് എ സ്കോർ. ഓക്കെ, അപ്പം ഈ സ്കോർ കൂടുന്ന അനുസരിച്ച് ഇറ്റ് ഇസ് എ ടേം ബേബി. ചെറിയ സ്കോർ ആണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഇസ് എ പ്രീ ടേം ബേബി. അതാണ് ലോജിക്. അപ്പോൾ ഫസ്റ്റ് പോസ്ചർ ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ വേറ്റോ. അത് ഓരോ കാര്യങ്ങളും ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് പേര് കേൾക്ക്. സ്ക്വയർ വേറ്റോ. മൂന്നാമത്തത് ആം റീകോയിൽ. പിന്നുള്ളത് പോപ്ലേറ്റഡ് ആംഗിൾ, സ്കാർഫ് സൈൻ, ഹീൽ ടു ഇയർ. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് കുഞ്ഞിന് സ്കോർ കൊടുക്കുക. അത് നമുക്ക് ന്യൂറോ മസ്കുലർ മെച്യൂരിറ്റി പഠിക്കാം. ന്യൂറോ മസ്കുലർ മെച്യൂരിറ്റി പോസ്ചർ. കുഞ്ഞ് എങ്ങനെയാണ് കിടക്കുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് കുഞ്ഞിന് സ്കോർ കൊടുക്കുക. സ്റ്റാർട്ടിംഗ് ഫ്രം -1 to 4. പിന്നെയുള്ളത് സ്ക്വയർ വിൻഡോ. സ്ക്വയർ വിൻഡോ എന്ന് പറഞ്ഞാൽ റിസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്ക്വയർ വിൻഡോ. വാട്ട് വി ഡു ഇസ്, ഒരു കുഞ്ഞു വാവയുടെ കൈ ഇങ്ങനെ എടുത്തിട്ട്, ഓക്കെ, അതിന്റെ പാംസ് അതിന്റെ ഫോറാമിലേക്ക് മുട്ടിക്കാൻ നോക്കുക. സി ഇതേപോലെ റൈറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ടേം ബേബി ആണെങ്കിൽ അത് നന്നായിട്ട് ഇതേപോലെ മുട്ടിക്കാൻ പറ്റും. ഒരു ആംഗിൾ ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ കുഞ്ഞുമാവയുടെ കൈ എടുത്തിട്ട് അതിന്റെ പാംസും ഈ ഭാഗവും തമ്മിൽ ഒരുമിച്ചാക്കാൻ നോക്കണം. ഓക്കെ, ടേം ബേബി ആണെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവില്ല, നന്നായിട്ട് മറക്കാൻ പറ്റും. അതാണ് ഇവിടെ കാണിച്ചിരുന്നത്. ഓക്കെ, ദർ ഇസ് നോ ആംഗിൾ എന്ന് വെച്ചാൽ there is 0 degree angle, there is 0 degree. So അങ്ങനെയുള്ളപ്പോൾ you give a score of 4. You give a score of 4. പക്ഷെ അതേസമയം ഇത് കാണാം. See this picture. Okay, this looks like a preterm baby, right? And the picture is not very clear. Okay, preterm babies basically അവർക്ക് അങ്ങനെ ഈ ഒരു ഭാഗവും ഈ ഭാഗവും തമ്മിൽ എന്താ അടുപ്പിക്കാനായിട്ട് പറ്റില്ല. There is going to be some angle. Preterms ആണെങ്കിൽ ഇവിടെ ചെറിയൊരു ആംഗിൾ വരും. Okay, അപ്പോൾ so this is the picture is not very clear. So if the angle is more than 90 degree, you give a score of, if the angle is more than 90 degree, give a score of -1. അപ്പോൾ ഈ സ്ക്വയർ വിൻഡോ എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ടേക്ക് ദ ബേബീസ് ആൻഡ് ഇങ്ങനെ മടക്കുക. ഓക്കെ, ഈ ഭാഗവും ഇതും തമ്മിൽ ഒരുമിച്ചാക്കാൻ നോക്കുക. ടേം ആണെങ്കിൽ അതിന് ഈ ഒരു ആംഗിൾ ഉണ്ടാകത്തില്ല, നന്നായിട്ട് മടക്കാൻ പറ്റും. സോ നെക്സ്റ്റ് ഇസ് ആം റീകോയിൽ. ആം റീകോയിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഭാവി ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഭാവിയുടെ 2 കൈകളും കൂടെ അതിൻ്റെ ചെസ്റ്റിലേക്ക് അടുത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ 2 കൈകളും എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഭാവ ഓട്ടോമാറ്റിക്കലി കൈ തിരിച്ചേ കൊണ്ടുവരും. ഓക്കെ, അതാണ് ആം റീകോയിൽ എന്ന് പറയുക. അപ്പോൾ ആ ഭാവ തിരിച്ച് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ, കൈ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ എൽബോന്റെ ആംഗിൾ മെഷർ ചെയ്യുക. അപ്പോൾ ആ ആംഗിൾ അനുസരിച്ച് നിങ്ങൾക്ക് സ്കോർ കൊടുക്കുക. അതാണ് ആം റീകോയിൽ. നെക്സ്റ്റ് പോപ്ലീറ്റൽ ആംഗിൾ. പോപ്ലീറ്റൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ കണ്ടോ, കുഞ്ഞിന്റെ പോപ്ലീറ്റൽ ആംഗിൾ മെഷർ ചെയ്യാം. റൈറ്റ്, എത്രമാത്രം കുഞ്ഞിന് ആ ഒരു ആംഗിൾ കിട്ടുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ സ്കോർ കൊടുക്കുക. അതാണ് പോപ്ലീറ്റൽ ആംഗിൾ. പിന്നുള്ളത് സ്കാർഫ് സൈൻ. സ്കാർഫ് സൈൻ എന്ന് വെച്ചാൽ നമ്മൾ സ്കാർഫ് എടുത്തില്ലേ, ഇങ്ങനെയല്ല നമ്മൾ സ്കാർഫ് ഷോൾ ഇടുക. അതേപോലെ ഒരു കുഞ്ഞിന്റെ കൈ എടുത്തിട്ട്, ഓക്കെ, ആ കുഞ്ഞിന്റെ കൈ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ഷോൾഡറിലേക്ക് വെക്കാൻ നോക്കുക. റൈറ്റ്, പ്രീടേം ബേബീസ് ഒക്കെ ആണെങ്കിൽ ഈ എൽബോ ഉണ്ടല്ലോ, ഈ മിഡ് ലൈനിനെക്കാട്ടി പാസ് ചെയ്യും, ചെസ്റ്റിന്റെ മിഡ് ലൈനിനെക്കാട്ടി പാസ് ചെയ്യും. ഇങ്ങനെ വരെ ഒരു കുഞ്ഞു പ്രീടേംസിന് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ടേം ബേബിയുടെ അടുത്ത് നിങ്ങളത് ചെയ്യാൻ പോയാൽ, ടേം ബേബിയാണ് നിങ്ങൾ ഒരു കൈ എടുത്തിട്ട് അപ്പുറത്തെ ഷോൾഡറിലേക്ക് വെച്ചാൽ, ഓക്കെ, ഒരു റെസിസ്റ്റൻസ് അത് കാണിക്കും. ഒരു മിഡ് ലൈൻ വരുമ്പോഴത്തേക്ക് അത് റെസിസ്റ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് സ്കാർഫ് സൈൻ. ഇത് കാണുക. പ്രീടേംസ് ഒക്കെ ആണെങ്കിൽ വളരെ സ്കോർ കുറവായിരിക്കും. നിങ്ങൾ കൈ അപ്പുറത്തെ ഷോൾഡറിലേക്ക് നമ്മൾ വെക്കാൻ നോക്കിയാൽ അതാണ് ചെയ്യും, അതൊന്നും തിരിച്ച് ചെയ്യത്തില്ല. പക്ഷേ ഒരു ടേം ബേബി ആണെങ്കിൽ നിങ്ങൾക്ക് ആ മിഡ് ലൈൻ ക്രോസ് ചെയ്യാനായിട്ട് പാടായിരിക്കും ആ ബോഡിയിൽ. കാരണം അവർ റെസിസ്റ്റ് ചെയ്യും. അങ്ങോട്ടത്തേക്ക് നമ്മൾ അവരുടെ കൈ തന്നെ വെക്കാൻ നോക്കുമ്പോൾ അവരുടെ ബോഡിയിൽ തന്നെ ചെയ്യുന്നത്. ഞാൻ പിക്ചർ കാണിച്ചു തരാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ കൈ എടുത്ത് അവരുടെ അപ്പുറത്തെ ഷോൾഡറിൽ വെക്കാൻ നോക്കുമ്പോൾ അവർ മിഡ് ലൈൻ ആകുമ്പോഴത്തേക്കും റെസിസ്റ്റ് ചെയ്യും. ഓക്കെ, ഐ തിങ്ക് യു ഗൈസ് ക്യാൻ സീ. ഓക്കെ, Okay, now just
See, the scarf side. We'll do a scarf side. What we'll do is we'll take the arm, just bring it across the chest, and try to pull to the shoulder. And again, if you're resistant to bring it to the midline. So, baby, your resistance back leg on. Now, scarf side. Get to the shoulder, but not beyond the shoulder. And you see that we're visiting kind of a root hip sock. Almost be able to sock that. ഇനി അടുത്തത് heel to ear side. അവരുടെ ഹീൽസ് കൊണ്ട് അവരുടെ തലയിലേക്ക് മുട്ടിക്കാൻ നോക്കുക. തലയിലേക്ക് ഇയറിലേക്ക് മുട്ടിക്കാൻ നോക്കുക. സോ ഇഫ് ഐ ഷോ യു ദ പിക്ചർ ഇറ്റ് ബിക്കംസ് മോർ ക്ലിയർ. നോക്കിയോ? Yeah, see this picture. കണ്ടോ? ഹീല് കുഞ്ഞിന്റെ ഇയറിലേക്ക് മുട്ടിക്കാൻ നോക്കുക. റൈറ്റ്? അപ്പോൾ നല്ല ടേം ബേബീസ് ആണെങ്കിൽ അതിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷേ പ്രീ ടേം ബേബീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹീൽസ് ഇയറിലേക്ക് മുട്ടിക്കാൻ പറ്റും. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ റെസിസ്റ്റൻസ് ഷോൺ ബൈ ദ ബേബി നിങ്ങൾ സ്കോർ കൊടുക്കുക. ഓക്കെ. അടുത്ത ഫിസിക്കൽ മെച്യൂരിറ്റി. ഫിസിക്കൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ സ്കിൻ, കുട്ടിയുടെ സ്കിൻ നോക്കുക. ലാനുഗോ എന്ന് വെച്ചാൽ എന്താണ്? കുഞ്ഞിന്റെ ഹെയർ ആണ്, ബേബി ഹെയർസ് ആണ് ലാനുഗോ. പിന്നെ കുഞ്ഞിന്റെ പ്ലാന്റർ സർഫസ്, ഓക്കെ, ബ്രെസ്റ്റ് ഡെവലപ്മെന്റ്, ഇയേഴ്സും ഐസും. അപ്പോൾ ഇതൊക്കെ നോക്കി അവരുടെ ഡെവലപ്മെന്റ് എത്രയാണ് എന്നത് ഈ ചാർട്ടിലുണ്ട്. നിങ്ങളുടെ ഈ ചാർട്ടിനകത്ത് നോക്കിയാൽ ഫിസിക്കൽ മെച്യൂരിറ്റിനകത്ത് ഇപ്പം നോക്കിയേ സ്കിൻ നോക്കിയിട്ട് ആ കുഞ്ഞിന്റെ സ്കിൻ വളരെ സ്റ്റിക്കി ഫ്രൈബിൾ ആണെങ്കിൽ ഇറ്റ് മീൻസ് ദ ബേബി ഈസ് പ്രീ ടേം. പക്ഷെ അതേസമയം കുഞ്ഞിന്റെ സ്കിൻ വളരെ റിങ്കിൾഡ് ആണെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ടേം ബേബി. സോ അവരിവിടെ ഈ ഒരു ചാർട്ടിനകത്ത് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സി ബ്രസ്റ്റിനകത്ത്, ഓക്കെ, ബ്രസ്റ്റിനകത്ത് ഇഫ് ഒരു നല്ല ടേം ബേബി ആണെങ്കിൽ ഏരിയോളം നല്ല ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കും. റൈറ്റ്? സോ ഡിപ്പെൻഡിങ് ഓൺ ദിസ് നിങ്ങൾക്ക് സ്കോറിംഗ് കൊടുക്കാം. ഇപ്പം ഇയേഴ്സ് ആൻഡ് ഐസ് എടുത്ത് നോക്കിയാൽ നല്ല ടേം ബേബീസ് ആണെങ്കിൽ ദേ ആർ ഗോയിങ് ടു ഹാവ് വെരി തിക്ക് കാർട്ടിലേജ് ആൻഡ് ഇയേഴ്സ് ആർ ഗോയിങ് ടു ബി സ്റ്റിഫ്. So just see this chart and you can give the score. So components അവർ ചോദിക്കുള്ളൂ. ഞാനിപ്പോൾ കാണിച്ചു തന്നത് ഫിസിക്കൽ മെച്യൂരിറ്റി സ്കോറിംഗ് ആണ്. സോ ഫിസിക്കൽ മെച്യൂരിറ്റിയുടെ കോമ്പണൻസ് ആണ്. ഇവിടെ നമ്മൾ ആ കുട്ടിയുടെ സ്കിൻ, പ്ലാന്റർ സർഫസ്, കാലിൻ്റെ സർഫസ്, ഐസ്, ബ്രെസ്റ്റ്, ഇതൊക്കെ നോക്കി ഡെവലപ്മെന്റ് നോക്കി നമ്മൾ സ്കോർ കൊടുക്കും. ഓക്കെ. ആൻഡ് നമ്മളിപ്പോൾ ന്യൂറോ മസ്കുലർ സ്കോറിംഗ് കൊടുത്തു, ഫിസിക്കൽ മെച്യൂരിറ്റി സ്കോറിംഗ് കൊടുത്തു. അതിനുശേഷം നിങ്ങൾ ഈ രണ്ട് സ്കോറും ആഡ് ചെയ്തിട്ട് ഒരു ഫൈനൽ സ്കോർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. സോ മിനിമം സ്കോർ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഇസ് -10 ആൻഡ് ദ മാക്സിമം സ്കോർ ദാറ്റ് യു ഗെറ്റ് ഇസ് 50. ഇപ്പോൾ -10 ആണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ആ കുട്ടിയുടെ ജസ്റ്റേഷണൽ ഏജ് ആണ് 20 വീക്സ്. 50 ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ ആ കുഞ്ഞിന്റെ ജസ്റ്റേഷണൽ ഏജ് ആണ് 44. ഓക്കെ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് സി ആ ചാർട്ടിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആ ചാർട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയ സ്കോർ. സി സപ്പോസ് യു ഗോട്ട് എ സ്കോർ ഓഫ് -5. I don't know if it's clear. You got a score of -5. Then a kuttiyude gestational week എത്രയാണ്? 22 weeks. If you got a score of 40, എങ്കിൽ ആ കുട്ടിയുടെ gestational age എത്രയാണ്? 40 weeks. മനസ്സിലായോ? സോ ഈ ചാർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അവസാനം പറയാം കുട്ടിയുടെ gestational age എത്രയാണ്. Alright. അപ്പോൾ that is it. രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം. Common sign for Mongolian spots. ഇത് തെറ്റിയത് lumbosacral region. Which reflex is not present at birth? അത് നമ്മൾ പഠിച്ചാണ്. പാരച്യൂട്ട് റിഫ്ലെക്സ് ബർത്തിൽ ഉണ്ടാവില്ല. അതൊരു 6 to 9 months ആകുമ്പോഴാണ് പാരച്യൂട്ട് റിഫ്ലെക്സ് ഉണ്ടാവുക. അതായത് നോക്കി ഗ്രാനുലോമാറ്റസ് അപ്പിയറൻസ് ഓഫ് ലംസ് ഇൻ neonates with air bronchogram. എയർ ബ്രോങ്കോഗ്രാം കാണുന്നത് എവിടെയാണ്? വെരി ഗുഡ്. ഹൈലൈൻ മെംബ്രേൻ ഡിസീസ്. മാർക്കല്ലേ? ക്യാരക്ടറിസ്റ്റിക് ഫൈൻഡിംഗ് ഇൻ TTNP, ട്രാൻസിയന്റ് ടാക്കിപ്നി ഓഫ് ദ ന്യൂബോൺ. ഇവിടെ എന്താണ്? വെള്ളം കെട്ടിക്കിടക്കാണ് ലംസിനകത്ത്. അപ്പോൾ വെള്ളം നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? ആ ഫിഷേഴ്സിൽ കാണാൻ പറ്റും. There's going to be prominent interlobular fissures. പിന്നെ a neonate develops reddish rashes all over the body. They are talking about what? Erythema toxicum. അവിടെ ഏത് സെൽസ് ആണ് നിങ്ങൾ കാണുക? In the microscope you can see eosinophils, right? You can see eosinophils. ഇവിടെ neonate has breathing difficulty. So basically scaphoid abdomen കാണിക്കുന്നുണ്ട്. What is the diagnosis, guys? It is a case of congenital diaphragmatic hernia. So what is the next step എന്നാണ് ചോദിച്ചിരിക്കുന്നത്? Congenital diaphragmatic hernia. First step is what? Intubate the baby. Intubate and give oxygen to the baby. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? nasogastric tube ഇടേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സർജറിക്ക് പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇസ് വാട്ട്? intubate the baby. നമ്മൾ ഓക്സിജൻ പ്രോംസ് വഴി കൊടുത്തിട്ട് കാര്യമില്ല. You have to intubate because it's a serious condition, right? നമ്മൾ ആംബോബാഗ്
ഉപയോഗിക്കുമോ CDH പോസിറ്റീവ് ഈ ബാഗിംഗ് മാസ് വെന്റിലേഷൻ ഉപയോഗിക്കുമോ? ബാഗിംഗ് മാസ് വെന്റിലേഷൻ ആണ് PPV വിത്ത് ആംബു ബാഗ് എന്ന് എഴുതിയിരിക്കുന്നത്. PPV എന്താണ്? പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ വിത്ത് ആംബു ബാഗ്. അവർ ഉദ്ദേശിച്ചത് ബാഗിംഗ് മാസ് വെന്റിലേഷൻ ആണ്. അത് കൊടുക്കുമോ CDH? ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഒബ്വിയസ്ലി NG ട്യൂബ് നിങ്ങൾ ഇടണം. പക്ഷെ ആദ്യം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾ കോൺജനൈറ്റൽ ഡയഫ്രാമാറ്റിക് ഹെർണിയ ആണ് എന്നാൽ ഞാൻ ഒരു കുഞ്ഞിന് ഫസ്റ്റ് യു ഹാവ് ടു ഇൻറ്റുബേറ്റ് ദ ബേബി. അത് കഴിഞ്ഞിട്ട് നേസോഗ്യാസ്ട്രിക് ട്യൂബ് ഇടുക. എന്തിന്? ഗ്യാസ്ട്രിക് കണ്ടൻസ് എല്ലാം ഒന്ന് ഡീകംപ്രസ് ചെയ്യാനായിട്ട് അല്ലേ? ഫൈൻ. So let's call it a day. Yeah, I know I've made it a little lengthy, and these are my initial days of teaching. So pardon if I made it too lengthy. I know I explained it a bit more. And after explanation, there are lots to work on because we all are busy. Yeah, stay blessed, guys, and please give me the feedback.